ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 സുവോളജിയിലെ തന്നെ അടുത്തൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ NCERT ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുകയാണ് ഈ ചാപ്റ്ററിലും. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഒന്നുകൂടി പറയാം. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ലൈൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ക്ലാസ്സും. Besides macroscopic plants and animals, microbes are the major components of biological systems on this earth. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സും ആനിമൽസും മാക്രോസ്കോപ്പിക് ആണ്. ഒരിക്കലും എന്തല്ല, സൂക്ഷ്മജീവികളാണോ? മൈക്രോസ്കോപ്പിക് ആണോ പ്ലാന്റ്സും ആനിമൽസും? അല്ലേ, മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വലിയ ജീവികളാണ് പ്ലാന്റ്സും ആനിമൽസും എന്ന് പറയുന്നത്. അതേസമയം മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ എന്താ, സൂക്ഷ്മജീവികളാണ്. അപ്പോൾ പ്ലാന്റ്സും അതോടൊപ്പം തന്നെ ആനിമൽസിനോടൊപ്പം തന്നെ ഈ ഒരു ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് ഏതെന്ന് പറയാം, മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് പ്ലാന്റ്സും ആനിമൽസിനോടൊപ്പം തന്നെ ഈ ഒരു ഭൂമിയിലുള്ള ഒരു മേജർ കമ്പണൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ക്ലാസ് +1 അല്ലേ. അപ്പം നിങ്ങൾ ക്ലാസ് +1 അല്ലെങ്കിൽ +1 ക്ലാസ്സിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ബയോളജിയിൽ തന്നെ പലതരത്തിലുള്ള ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. ഡു യു റിമെമ്പർ വിച്ച് കിങ്ഡംസ് എമംഗ് ദ ലിവിങ് ഓർഗാനിസംസ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസം? നിങ്ങൾക്കറിയാമോ ഏത് ലിവിങ് ഏത് ലിവിങ് കിങ്ഡത്തിനകത്താണ് അല്ലെങ്കിൽ ഏത് കിങ്ഡത്തിനുള്ളിലാണ് മൈക്രോ ഓർഗാനിസംസ് ഉൾപ്പെടുന്നതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ, പലതരത്തിലുള്ള കിങ്ഡം നമ്മൾ പഠിച്ചിരുന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കാൻ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അതിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കിങ്ഡം മൊണീറയ്ക്കകത്ത് നമ്മൾ പ്രൊക്കാരിയോട്ടിനെ കുറിച്ചല്ലേ പറഞ്ഞേ. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഡു യു റിമെമ്പർ വിച്ച് കിങ്ഡംസ് എമംഗ് ദ ലിവിങ് ഓർഗാനിസംസ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ്? മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിരിക്കുന്ന കിങ്ഡം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചതാണല്ലേ. വിച്ച് ആർ ദ വൺസ് ദാറ്റ് ആർ ഓൺലി മൈക്രോസ്കോപ്പിക്? Microbes are present everywhere in soil, water, air, inside our bodies and that of other animals and plants. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഇവർ നമ്മൾ മലയാളത്തിൽ സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കാം. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് അവരെല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൈക്രോബ്സ് ആർ എവ്രിവെയർ അല്ലേ. എല്ലാ ഹാബിറ്റാറ്റിലും നമുക്ക് ആരെ കാണാൻ പറ്റും? മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ലൈൻ തന്നെയാണ് അത് നോക്കുക, മൈക്രോബ്സ് ആർ പ്രസൻറ്റ് എവ്രിവെയർ. മൈക്രോ ഓർഗാനിസംസ് എല്ലായിടത്തുമുണ്ട്. ഫോർ എക്സാമ്പിൾ, സോയിലിൽ കാണാം, വാട്ടർ, എയർ, അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ ബോഡിക്ക് പുറത്ത്, പ്ലാന്റ്സിൽ, ആനിമൽസിൽ എല്ലാം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഇൻഹാബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ ആർ പ്രസൻറ്റ് ഈവൻ അറ്റ് സൈറ്റ്സ് വെയർ നോ അതർ ലൈഫ് ഫോം കുഡ് പോസിബിളി എക്സിസ്റ്റ്. അതായത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസിൽ ചിലർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ജീവൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ചില ഏരിയാസിൽ പോലും അത് ജീവൻ്റെ സാന്നിധ്യം നമുക്ക് കാണില്ല, എന്ന ഏരിയയിൽ എന്താണ് ഒരു ജീവൻ്റെ തുടിപ്പ് കാണത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏരിയയിൽ പോലും അല്ലെങ്കിൽ ലൈഫ് ഫോംസ് ജീവിക്കും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാ ഹാബിറ്ററ്റിലും ജീവിക്കാനായിട്ട് പറ്റുമോ? അതായത് ചില ഏരിയാസിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എക്സ്ട്രീം തണുപ്പിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? എക്സ്ട്രീം ഹോട്ട് കണ്ടീഷൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പോലും ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതാ പറയുന്നത്, ദേ ആർ പ്രസന്റ് ഈവൻ അറ്റ് സൈറ്റ്സ് വെയർ നോ അതർ ലൈഫ് ഫോം കുഡ് പോസിബിളി എക്സിസ്റ്റ്. Sites such as deep inside the geysers, that is the thermal vents, where the temperature may be as high as 100 degrees Celsius. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉള്ള ഏരിയാസിൽ പോലും ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഡീപ്പ് ഇൻ ദ സോയിൽ. ചിലർ സോയിലിന് അടിയിലായിട്ട് കാണുന്നവരായിരിക്കും. അണ്ടർ ദ ലെയേഴ്സ് ഓഫ് സ്നോ സെവറൽ മീറ്റേഴ്സ് തിക്ക് ആൻഡ് ഇൻ ഹൈലി ആസിഡിക് എൻവയോൺമെൻറ്റ്സ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഏരിയാസിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സോയിലിനടിയിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ്, നല്ല തണുപ്പുള്ള റീജിയൻസിൽ ജീവിക്കാൻ സാധിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അസിഡിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ സാധിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെ പല ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൈക്രോബ്സ് ആർ ഡൈവേഴ്സ്. മൈക്രോബ്സ് പല തരത്തിലും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം. പ്രോട്ടോസോവ, ബാക്ടീരിയ, fungi and microscopic plant viruses, viroids
and also prions that are proteinaceous infectious agents. അപ്പോൾ ഈ പറയുന്നവയെല്ലാം തന്നെ നമുക്ക് എന്താണെന്ന് പറയാം, മൈക്രോബിയൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെന്ന് പറയാം. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെ പല 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 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമുക്ക് എന്താണെന്ന് പറയാം, മൈക്രോബ്സ് ആണെന്ന് പറയാം. അപ്പോൾ മൈക്രോബ്സ് പലതരത്തിലുള്ള ഡൈവേഴ്സ് ആണ്. അവയ്ക്ക് ഉദാഹരണം ഒന്ന് പഠിച്ചേക്കണേ. പ്രോട്ടോസോവ, ബാക്ടീരിയ, ഫഞ്ചി ആൻഡ് മൈക്രോസ്കോപ്പിക് പ്ലാന്റ് വൈറസസ്, വൈറോയിഡ്സ് ആൻഡ് ഓൾസോ പ്രിയോൺസ്. പ്രിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. അപ്പോൾ ഇവയെല്ലാം ഏത് കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും, മൈക്രോബ്സ് എന്ന കാറ്റഗറിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. Some of the microbes are shown in figure 10.1 and 10.2. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ഫിഗർ 10.1ലും 10.2ലും കുറച്ച് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 10.1 ഫിഗർ ഇതാണ്, ഈ തന്നിരിക്കുന്നതാണ് ഫിഗർ. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. മൂന്നാമത് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കി, എ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഷോയിങ് ഫ്ലജല്ല. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് അല്ല, ബാസില്ലസ്, അതോടൊപ്പം തന്നെ വിബ്രിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള ബാക്ടീരിയാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ കാണാം, നിങ്ങൾക്ക് സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ കാണാം, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ വിത്ത് ഫ്ലജല്ലയും കാണാം. ഇതാണ് 10.1 എന്ന് പറയുന്ന ഫിഗർ, ബാക്ടീരിയയെ കുറിച്ചിട്ടുള്ള ഫിഗറാണ്. എന്നാൽ 10.2 എന്ന് പറയുന്ന വൈറസസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫിഗറാണ്. അതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഫിഗർ ഇത് ബാക്ടീരിയോഫേജിൻ്റെ ഫിഗറാണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെ വിളിക്കുന്ന പേരല്ലേ ബാക്ടീരിയോഫേജ്. അപ്പോൾ ഇത് ഒരു ബാക്ടീരിയോഫേജിൻ്റെ ഫിഗറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന എഡിനോ വൈറസിൻ്റെ ഫിഗറാണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന എഡിനോ വൈറസിൻ്റെ ഫിഗറാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത് കാണിച്ചിരിക്കുന്നത് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഫിഗറാണ്. ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, അപ്പോൾ അതാണ് 10.2 എന്ന് പറയുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് മെനി ഫഞ്ചി ക്യാൻ ബി ഗ്രോൺ ഓൺ ന്യൂട്രിറ്റീവ് മീഡിയ ടു ഫോം കോളനീസ്. അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ, ഫഞ്ചി തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, ഇവയെ നമുക്ക് ലാബുകളിൽ വളർത്താനായിട്ട് സാധിക്കും. കൾച്ചർ മീഡിയകളുടെ സഹായത്തോടു കൂടി അവർക്ക് വളരാൻ സാധിക്കുന്ന മീഡിയ, ഫുഡ് മീഡിയ നമ്മൾ കൊടുക്കുകയാണ്. ന്യൂട്രിറ്റീവ് മീഡിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ന്യൂട്രിറ്റീവ് മീഡിയത്തിനുള്ളിൽ നമുക്ക് എന്തിനെ കൾച്ചർ ചെയ്ത് വളർത്താനായിട്ട് സാധിക്കും, ഈ പറഞ്ഞ ബാക്ടീരിയ, ഫംഗസ് മുതലായവയൊക്കെ നമുക്ക് ലാബുകളിൽ വളർത്താനായിട്ട് സാധിക്കും. ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കുന്ന കോളനീസ് പോലെ ഫോം ചെയ്ത് വരുന്ന ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള ജീവികളൊക്കെ ഇല്ലേ, അവയൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത്രത്തോളം സൂക്ഷ്മജീവികളാണ്. എന്നാൽ നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ കൊടുത്ത് അവർ നമ്മുടെ ലാബിൽ വളർത്തുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, അവർ കൂട്ടത്തോടു കൂടിയാണ് വളരുന്നത്. ഒരു കോളനി പോലെ അവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് സാധിക്കും. Such cultures are useful in studies on microorganism. അപ്പോൾ അങ്ങനെയുള്ള കൾച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫിഗറും നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നത് നോക്കാം. നിങ്ങൾ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഫിഗർ 10.3 ഒന്ന് നോക്കി. ആ ഫിഗറിൽ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫിഗർ നൽകിയിരിക്കുന്നത് കോളനീസ് ഓഫ് ബാക്ടീരിയ ഗ്രോയിങ് ഇൻ എ പെട്രി ഡിഷ്. ഒരു പെട്രി ഡിഷിനുള്ളിൽ എന്തിനെ വളർത്തിയേക്കാണ്, ബാക്ടീരിയ വളർത്തിയേക്കാണ്. പക്ഷേ ബാക്ടീരിയ ഒരാളെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അല്ല, കോളനിയായിട്ട്, ഗ്രൂപ്പായിട്ട് അവിടെ കാണുക. ബാക്ടീരിയ കോളനിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കവിടെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല, അല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നോക്കി, ഫംഗൽ കോളനി ഗ്രോയിങ് ഇൻ എ പെട്രി ഡിഷ്. ഇവിടെയും കാണിച്ചിരിക്കുന്നത് എന്താ, ഫംഗസ് വളരുന്നതാണ് ഒരു പെട്രി ഡിഷിനുള്ളിൽ. ഓക്കെ, ഇപ്പോൾ ഇത് കോളനി ആയിട്ട് വളരുന്നതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒറ്റയ്ക്ക് വളരുന്നതല്ല, കോളനി ആയിട്ട് വളരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കി, ഇൻ ചാപ്റ്റർ 8 യു ഹാവ് റീഡ് ദാറ്റ് മൈക്രോബ്സ് കോസ് എ ലാർജ് നമ്പർ ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അതായത് 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു മൈക്രോ ഓർഗാനിസംസ് ധാരാളം അസുഖങ്ങൾ ഈ ഹ്യൂമൻ ബീങ്സിന് വരുത്തുന്നുണ്ട് എന്നുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. They also cause disease in animals and plants. ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല അവർ അസുഖം ഉണ്ടാക്കുന്നത്, ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ മൈക്രോ ഓർഗാനിസംസ് എന്താണ്, അസുഖം ഉണ്ടാക്കുന്നുണ്ട്. But this should not make you think that all microbes are harmful. അപ്പോൾ അസുഖം ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എല്ലാ മൈക്രോ ഓർഗാനിസംസും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരാണ് എന്ന് ധരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസംസും ഹാംഫുൾ ഒന്നുമല്ല.
ചില മൈക്രോ ഓർഗാനിസംസ് ഹാംഫുൾ ആണ്, എന്നാൽ ചില മൈക്രോ ഓർഗാനിസം നമുക്ക് ഉപയോഗമുള്ളവരുമാണ്. അപ്പോൾ നോക്കി, ബട്ട് ദിസ് ഷുഡ് നോട്ട് മേക്ക് യു തിങ്ക് ദാറ്റ് ഓൾ മൈക്രോബ്സ് ആർ ഹാംഫുൾ. അതായത് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു, അത് മൈക്രോ ഓർഗാനിസം നമുക്ക് അസുഖം ഉണ്ടാക്കുന്നു എന്നൊക്കെ എന്നുള്ള കോൺസെപ്റ്റ് തരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അതല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ എങ്ങനെയാണ് ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നത് അതല്ലേ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ്. അതായത് എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്താണ് നമുക്ക് ഹാംഫുൾ ആണ് എന്നുള്ള ധാരണ തെറ്റാണ് എന്നാണ് ആ ഒരു ലൈനിൽ പറയണത്. Several microbes are useful to man in diverse ways. അതായത് ചില മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ബീങ്സിന് പല തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗങ്ങൾ നൽകുന്നുണ്ട്. Some of the most important contributions of microbes to human welfare are discussed in this chapter. അപ്പോൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് അറിയോ? മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമായി തീരുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ഹ്യൂമൻ കൈൻഡിനെ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമനെ എങ്ങനെയാണ് അവർ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയുള്ളൂ അല്ലേ. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം നൽകിയിരിക്കുന്ന സെക്ഷൻ എന്താണെന്ന് നോക്കി, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ആര് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി, യു വുഡ് ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് വി യൂസ് മൈക്രോബ്സ് ഓർ പ്രോഡക്ട്സ് ഡിറൈവ്ഡ് ഫ്രം ദം എവറി ഡേ. അല്ല, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നറിയോ? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൈക്രോബിയൽ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് ആകും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നോക്കാം. എ കോമൺ എക്സാമ്പിൾ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാം. അതിന് എക്സാമ്പിളൂടെ നോക്കി, പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്നും തൈരുണ്ടാകുന്നു. പാലിൽ നിന്നും തൈരുണ്ടാകുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്നറിയോ? മൈക്രോ ഓർഗാനിസംസ് നമ്മളെ സഹായിക്കുന്നതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞേ നോക്കാം. മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ലാക്ടോബാസിലസ് ആൻഡ് അതേഴ്സ് commonly called lactic acid bacteria, that is LAB, grow in milk and convert to curd. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, പാല് തൈരാകുന്നു അല്ലേ, മിൽക്ക് കേർഡ് ആകുന്നു. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയാം. അതായത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയിൽ ഉൾപ്പെടുന്നത് ലാക്ടോബാസിലസും അതുപോലെയുള്ള ബാക്ടീരിയകളും ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? മിൽക്കിനെ കർഡാക്കി മാറ്റും, അതായത് പാലിനെ തൈരാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. ഡ്യൂറിങ് ഗ്രോത്ത് ദ ലാബ് പ്രൊഡ്യൂസ് ആസിഡ്സ് ദാറ്റ് കൊയാഗുലേറ്റ് ആൻഡ് പാർഷ്യലി ഡൈജസ്റ്റ് ദ മിൽക്ക് പ്രോട്ടീൻസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ പറയുന്ന നമ്മുടെ പാലിനകത്ത് ഈ ഒരു ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുണ്ട്. അവരെന്ത് ചെയ്യാണ്? അവ ഈ പാലിനെ തൈരാക്കി മാറ്റുന്നു. പാലിനെ തൈരാക്കി മാറ്റാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പാലിനുള്ളിൽ എന്താ സംഭവിക്കുക? പാലിനുള്ളിൽ കുറച്ച് പ്രോട്ടീനുകൾ ഉണ്ടാവും. ആ പ്രോട്ടീനുകളെ പാർഷ്യലി അവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഡൈജസ്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ കയ്യിൽ ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ട് ഈ പാലിനുള്ള അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിനെ അവർ ഡൈജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പാൽ എന്തായിട്ട് മാറുന്നത്? തൈരായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളല്ലേ ഇവയെല്ലാം അല്ലേ? മിൽക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ മിൽക്കാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? തൈരായിട്ട് അല്ലെങ്കിൽ കേർഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മിൽക്ക് കേർഡായി മാറി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ സഹായിച്ചിരിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസമാണ്, ഒരു മൈക്രോബാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയിൽ ഉൾപ്പെടുന്നവരാരാ? ലാക്ടോബാസിലസും അതുപോലെയുള്ള ആൾക്കാരുമാണ്, ബാക്ടീരിയാസുമാണ്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ എന്താ ചെയ്തത്? അവർ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് മിൽക്കിനകത്തിരിക്കുന്ന പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് മിൽക്കിനെ കർഡാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് അല്ലേ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്ന ലാക്ടോബാസിലസും അതുപോലെയുള്ള ബാക്ടീരിയാസും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അവരെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം? മിൽക്കിനെ കർഡാക്കി മാറ്റുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യാണ്? മിൽക്ക് പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യുന്നു, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ് നോക്കി. എ സ്മോൾ എമൗണ്ട് ഓഫ് കേർഡ്
added to the fresh milk as inoculum or starter containing millions of lactic acid bacteria. അതായത് നമ്മളിപ്പോൾ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എന്ത് ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്, കേർഡ് ആഡ് ചെയ്തു, കുറച്ച് തൈര് ഞാൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ തൈര്, കുറച്ച് തൈര് ആഡ് ചെയ്തില്ല, തൈര് എന്ന് പറഞ്ഞാൽ ധാരാളം എന്തടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന ഒരു ഇനോക്കുലം എന്ന് വിളിക്കാം. അതായത് ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മൈക്രോബ് അടങ്ങിയിരിക്കുന്ന വസ്തു, അതിന് നമ്മൾ ഇനോക്കുലം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പാലിനുള്ളിൽ കുറച്ച് തൈര് ആഡ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഈ പാൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ആ ടോട്ടലി അത് തൈരായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിനുള്ള കാരണം എന്താ, ഞാൻ കൊടുത്ത ഇനോക്കുലം അതിനകത്ത് എന്താ ഉള്ളത്, ബാക്ടീരിയ അല്ലേ ഉള്ളത്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലേ ഉള്ളത്. അവരെന്താ ചെയ്തേ, ഈ മിൽക്കിനെ എന്താക്കി മാറ്റി, കേർഡാക്കി മാറ്റി. അപ്പോൾ അതവിടെ പറയുന്നത്, സ്മോൾ എമൗണ്ട് ഓഫ് കേർഡ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ആസ് ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ കണ്ടെയ്നിങ് മില്യൺസ് ഓഫ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ വിച്ച് അറ്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ അവരെന്ത് ചെയ്യും, ഈ ലാബ് ആ ഒരു മിൽക്കിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ആ മിൽക്കിനെ കേർഡാക്കി മാറ്റുകയും ചെയ്യുന്നു. ദസ് കൺവേർട്ടിംഗ് മിൽക്ക് ടു കേർഡ് which also improves its nutritional quality by increasing vitamin B12. അപ്പോൾ ഈ മിൽക്കിനെ കേർഡാക്കി മാറ്റുക മാത്രമല്ല അവർ ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് മെറ്റീരിയലിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടുകയും ചെയ്യുന്നു. എങ്ങനെയാ, വൈറ്റമിൻ B12ൻ്റെ അളവ് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർ ചെയ്യുന്നത് എന്താ നോക്കിയേ, ഇൻ അവർ സ്റ്റൊമക് ടു ദ ലാബ് പ്ലേസ് വെരി ബെനഫിഷ്യൽ റോൾ ഇൻ ചെക്കിംഗ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. അതായത് നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ കേർഡ് എത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ഏതെങ്കിലും ഡിസീസ് കോസിങ് മൈക്രോബ് ഉണ്ടെങ്കിൽ അവരെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അല്ലേ, മറ്റുള്ള ഡിസീസ് കോസിങ് മൈക്രോബിൽ നിന്നും ലാബ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉപയോഗം അവർ ചെയ്യണേ, മിൽക്കിനെ കേർഡാക്കി മാറ്റുന്നു, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്തു അല്ലെങ്കിൽ കൂടി ഇൻക്രീസ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ B12 കൂടി എന്ന് പറയാം. പിന്നെ സ്റ്റൊമക്കിൽ അതെന്ത് ചെയ്യുന്നു, ദേ യൂസ്ഡ് ടു ചെക്ക് പാത്തജൻസ് അല്ലേ, അല്ലെങ്കിൽ ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ അതെന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ഒരു ഉപയോഗമാണ്. മൈക്രോബിൻ്റെ ഒരു ഉപയോഗമല്ലായിരുന്നു അത് മിൽക്കിനെ കേടാക്കി മാറ്റിയത്. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്ത നോക്കാം. ദ ഡോ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് സച്ച് ആസ് ദോശ ആൻഡ് ഇഡ്ലി ഈസ് ഓൾസോ ഫെർമെൻറ്റഡ് ബൈ ബാക്ടീരിയ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, മാവ്, നമ്മൾ ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, അപ്പോൾ ഈ മാവിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി, പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്, ഇതുപോലത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. The puffed up appearance of dough is due to the production of carbon dioxide gas. അപ്പോൾ നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മാവ് അരച്ച് വെക്കുമ്പോൾ അത് പിറ്റേ ദിവസം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്ത് ചെയ്യും, ഇങ്ങനെ എന്താണ് പുളിച്ച് പതഞ്ഞ് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പഫ്ഡ് അപ്പ് അപ്പിയറൻസ് രീതിയിൽ നമുക്കിങ്ങനെ കാണാം, പുളിച്ച് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ആ ഒരു മാവിന് കൊടുത്തത് എന്താണെന്നാ പറയണത്, ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. Can you tell which metabolic pathway is taking place resulting in the formation of carbon dioxide? നിങ്ങൾക്ക് പറയാമോ ഏത് മെറ്റബോളിക് പാത്വേ ആണ് കാർബൺ ഡയോക്സൈഡ് ഫോർമേഷൻ ഇവിടെ കാരണമായി തീർന്നത്? ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫെർമെൻറ്റേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക അല്ലേ. Where do you think the bacteria for this fermentations came from? ഇത് എവിടുന്നാണ് ഈ പറഞ്ഞ ബാക്ടീരിയ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളവരൊക്കെ ഇത് എവിടുന്നാണ് വന്നേ നോക്കാം. Similarly, the dough which is used for making bread is fermented using Pyq'S yeast. അതെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തു, ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ പറയുന്നത് നോക്കിയേ, ബ്രെഡ് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്നാണ് പറയണത്, ഇവിടെ ഈസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രെഡിൻ്റെ മാവൊക്കെ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നില്ലേ, അവരെ നമ്മളൊരു കോമൺ നെയിം വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ബേക്കേഴ്സ് ഈസ്റ്റ്. എന്താ നമ്മൾ വിളിക്കാം, ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, സിമിലർലി ദ ഡോ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഈസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന കോമൺ നെയിം എന്താണ്, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ ആ ബേക്കേഴ്സ് ഈസ്റ്റിന് എന്തായ ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ടാവും. അതിൻ്റെ പേരെന്താന്ന് നോക്കിയേ, അതിൻ്റെ പേരാണ് സക്കാരോമൈസിസ് സെർവീസിയെ. എന്താണ് അതിൻ്റെ പേര്? സക്കാരോമൈസിസ് സെർവീസിയെ എന്നാണ് പേര്. ഓക്കെ ആണല്ലോ. ഇനി എ നമ്പർ ഓഫ് ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ് ആർ ഓൾസോ മെയ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ ബൈ ദ മൈക്രോബ്സ്. അപ്പോൾ അതായത് പല തരത്തിലുള്ള ഫുഡുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളും അതോടൊപ്പം തന്നെ പാനീയങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയണേ? മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പാനീയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളായിക്കോട്ടെ അവയിലെല്ലാം ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോഡി, നമ്മൾ കള്ളെന്ന് പറയില്ലേ, ടോഡി, എ ട്രഡീഷണൽ ഡ്രിങ്ക് ഓഫ് സം പാർട്സ് ഓഫ് സൗത്തേൺ ഇന്ത്യ ഈസ് മെയ്ഡ് ബൈ ഫെർമെൻറ്റിംഗ് സാപ്പ് ഫ്രം പാംസ്. അതായത് നമുക്കറിയാം കള്ള്, നമ്മൾ ചെത്തിയിറക്കുന്ന കള്ള് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? അതും ഇതുപോലെ ഒരു ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ടുണ്ടായി വന്ന ഒരു ഡ്രിങ്ക് ആണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു ഫെർമെൻറ്റ് ഫിഷ്, സോയാബീൻ ആൻഡ് ബാംബൂ ഷൂട്ട്സ് ടു മേക്ക് ഫുഡ്സ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസിനെ ഈ പറഞ്ഞതുപോലെ ഫിഷ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്, സോയാബീൻ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്, ബാംബൂ ഷൂട്ട്സ് ഒക്കെ ഫെർമെൻറ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ചീസ്. ചീസ് എന്ന് പറയുമ്പോൾ പാൽക്കട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ചീസ് എന്ന് പറയുന്നത്. ചീസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫുഡ് ഐറ്റംസ് ഇൻ വിച്ച് മൈക്രോബ്സ് വെയർ യൂസ്ഡ്. അപ്പോൾ ചീസ് എന്ന് പറയുന്ന ആ ഒരു ഫുഡ് ഐറ്റത്തിൽ പോലും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ചീസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചീസ് ആർ നോൺ ബൈ ദെയർ ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചർ, ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ആൻഡ് ദ സ്പെസിഫിസിറ്റി കമ്മിങ് ഫ്രം ദ മൈക്രോബ്സ് യൂസ്ഡ്. അത് പല വെറൈറ്റീസിലുള്ള ചീസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. കാരണം ഇങ്ങനെ പല ടെക്സ്ചറിലും പല ഫ്ലേവറിലും അതോടൊപ്പം തന്നെ പല ടേസ്റ്റിലും ഒക്കെ ഉള്ള ചീസ് നമുക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഡിഫറെൻ്റ് ആണ്. ആ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചീസസും വെറൈറ്റി ഓഫ് ചീസസ് ആയിരിക്കും. For example, the large holes in Swiss cheese are due to production of a large number of carbon dioxide by a bacterium named Propionibacterium shermani. അതായത് സ്വിസ് ചീസ് എന്ന് പറയുന്ന ഒരു ചീസ് ഉണ്ട്. ആ ചീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വലിയ വലിയ ഹോളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവും. അതിനുള്ളിൽ നമുക്ക് ഈ ഒരു സ്വിസ് ചീസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സ്വിസ് ചീസിനുള്ളിൽ ധാരാളം എന്തുണ്ടെന്ന് പറയാം? ലാർജ് ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ലാർജ് ഹോൾസ് ഉണ്ടാകാനുള്ള കാരണം അവിടെ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതൊരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് പ്രൊപ്പിയോണിബാക്ടീരിയം ഷെർമാനി. മറന്നു പോകരുത്, പ്രൊപ്പിയോണിബാക്ടീരിയം ഷെർമാനി. ഇനി അടുത്ത നോക്കിയേ, വേറൊരു ചീസിൻ്റെ പേരാണ് റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയാം. വേറൊരു ചീസിൻ്റെ പേരെന്താ? റോക്ക്ഫോർട്ട് ചീസ്. And they are ripened by growing a specific fungi on them which gives a particular flavor. അപ്പോൾ റോക്ക്ഫോർട്ട് ചീസിന് അതിൻ്റേതായിട്ടുള്ള ഒരു രുചി ഉണ്ടാവും, ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രുചി കൊടുക്കാൻ കാരണം ആ റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈക്രോബിൻ്റെ സഹായത്തോടു കൂടിയാണ്. മൈക്രോബ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫംഗസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ഈ ചീസുകൾ ഉണ്ടാക്കാൻ സഹായിച്ച മൈക്രോബുകളെല്ലാം ഒരേ തരത്തിലുള്ളതാണോ? അല്ല. അതായത് സ്വിസ് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ബാക്ടീരിയ ആണ്, അതേസമയം റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ഫംഗസ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ മൈക്രോബിൻ്റെ പേര്, കോമൺ നെയിം ഉണ്ടെങ്കിൽ കോമൺ നെയിം, സയൻറ്റിഫിക് നെയിം ഉണ്ടെങ്കിൽ സയൻറ്റിഫിക് നെയിം, അതോടൊപ്പം തന്നെ ആ മൈക്രോബ് ഏത് ടൈപ്പാണ് എന്നുള്ള കേസും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫുൾ ബാക്ടീരിയാസിനെ കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്. ബാക്ടീരിയ പഠിക്കുന്നുണ്ട്, ഫംഗസ് പഠിക്കുന്നുണ്ട്, ഈസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പല ടൈപ്പുകളെ കുറിച്ചുകൂടെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 2 ചീസ് പറഞ്ഞു. അതിൽ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ബാക്ടീരിയ ആണ്, അതിൻ്റെ പേര് പ്രൊപ്പിയോണിബാക്ടീരിയം ഷെർമാനി. അതേസമയം റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ഫംഗസ് ആണ്. ആ ഒരു ഫംഗസിൻ്റെ പേര് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നതുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ, അത് 10.1 എന്ന് പറയുന്ന സെക്ഷനിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ? മൈക്രോബ്സ് ഇൻ
ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോബ്സിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത് മിൽക്കിനെ കർഡാക്കി മാറ്റുന്ന കാര്യം അല്ലേ. അതിന് സഹായിച്ച ആളാരായിരുന്നു? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അതാണ് നമ്മൾ പറഞ്ഞ കാര്യം. ഇത് ഒന്നാമത്തെ കേസ്. ഓക്കെ ആണല്ലോ. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത ആരെ കുറിച്ചിട്ടാണ്? ബേക്കേഴ്സ് ഈസ്റ്റ്. നമ്മൾ പേര് എടുത്ത് പഠിക്കുന്നവരുടെ പേര് ആണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. ബേക്കേഴ്സ് ഈസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെഡുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഫെർമെൻറ്റിംഗ് ഡോ, അതാണ് നമ്മൾ പഠിച്ചു. മാവ് പുളിപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെടുത്തി പഠിച്ചു. അതിനുശേഷം നമ്മൾ പേരുകളൊന്നും, അതായത് ഏതെങ്കിലും മൈക്രോബുമായിട്ട് ബന്ധപ്പെടുത്തിയ പേരുകളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നില്ല. ടോഡി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പാനീയത്തിൻ്റെ പേരൊക്കെ നമ്മളിവിടെ പറയുന്നുള്ളൂ. പക്ഷേ അവിടെ മൈക്രോബിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. എന്നാൽ താഴേക്ക് വരുമ്പം പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് പഠിച്ചത് ചീസിൻ്റെ കേസാണ് അല്ലേ. ചീസിൻ്റെ കേസ് പറഞ്ഞു. ഈ ചീസ് തന്നെ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് നമ്മൾ പഠിച്ചത് ഏതാ? സ്വിസ് ചീസിൻ്റെ കേസും പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതാണ്? റോക്ക്ഫോർട്ട് ചീസിൻ്റെ കേസും പഠിച്ചു. അതിൽ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് പ്രൊപ്രിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന ബാക്ടീരിയയും റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഒരു ഫംഗസുമാണ്. അപ്പോൾ ഒരു 3 കേസസ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സംഭവത്തെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനൊക്കെ നമ്മളൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വളരെ കുറച്ചായിരിക്കും ഉണ്ടാക്കുക അല്ലേ. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഏതെന്ന് പറയാം? ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അപ്പോൾ ആ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിനെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ ആണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. Even in industry, microbes are used to synthesize a number of products valuable to human beings. അപ്പോൾ ഇൻഡസ്ട്രീസിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിലും ആരെ ഉപയോഗിക്കുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിക്കുന്നുണ്ട്. ബിവറേജസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുന്ന 2 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ബിവറേജസും ആൻറ്റിബയോട്ടിക്കുകളുമാണ് ഇവിടെ മൈക്രോബ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ. ഏതൊക്കെയാണ്? ബിവറേജസും ആൻറ്റിബയോട്ടിക്കുകളും. Production on an industrial scale requires growing microbes in very large vessels called fermenters. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഫെർമെൻറ്റർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ബിവറേജസും അതല്ല എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മൈക്രോബുകളെ നമുക്ക് വലിയ വെസലിനുള്ളിൽ, ലാർജ് വെസലിനുള്ളിൽ വേണം വളർത്തിയെടുക്കാൻ. എന്നിട്ട് ആ ഒരു മൈക്രോബ്സിൻ്റെ സഹായത്തോടു കൂടി വേണം, ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്, അതല്ല ബിവറേജസ് ആണെങ്കിൽ ബിവറേജസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വലിയൊരു വെസലിനുള്ളിൽ വേണ്ടേ മൈക്രോ ഓർഗാനിസംസിനെ എനിക്ക് കൾച്ചർ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രീസിൽ. അപ്പോൾ ആ ഒരു ലാർജ് വെസലിനൊരു പേര് കൊടുക്കണം അല്ലേ. ആ ലാർജ് വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർമെൻറ്റർ എന്ന് പറയുക. അപ്പോൾ ഫെർമെൻറ്ററിൻ്റെ ഡെഫിനിഷൻ പഠിക്കണ്ടേ? അപ്പോൾ എന്താ ഫെർമെൻറ്റർ എന്ന് നോക്കി? പ്രൊഡക്ഷൻ ഓൺ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്കെയിൽ റിക്വയർസ് ഗ്രോയിങ് മൈക്രോബ്സ് ഇൻ വെരി ലാർജ് വെസൽസ്. അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മൈക്രോബ്സിനെ ലാർജ് വെസൽസിനുള്ളിൽ നമുക്ക് കൾച്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാർജ് വെസലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർമെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഫെർമെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ 10.4 എന്ന് പറയുന്ന ഫിഗറിൽ ഫെർമെൻറ്ററിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫെർമെൻറ്ററിൻ്റെ ഫിഗറാണ്, ഫെർമെൻറ്റേഴ്സിൻ്റെ ഫിഗറാണ്. ഒരു ഫെർമെൻറ്റേഷൻ പ്ലാന്റും കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഞാൻ നേരത്തെ ഉള്ള ഡോയുടെ കേസ് പറഞ്ഞില്ലേ, മാവിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ് അല്ലേ. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പുളിപ്പിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളായിട്ടുള്ള ബിവറേജസും ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഉപയോഗിച്ച ലാർജ് വെസലിൻ്റെ പേരാണ് ഫെർമെൻറ്റർ എന്നും പറഞ്ഞു. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിലെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഫെർമെൻറ്റഡ് ബിവറേജസ്. അപ്പോൾ എന്താ നോക്കാം. മൈക്രോബ്സ് എസ്പെഷ്യലി yeast have been used from time immemorial for the production of beverages like wine, beer, whiskey, brandy or rum. അപ്പോൾ പലതരത്തിലുള്ള ബിവറേജസ് ആയിട്ടുള്ള വൈൻ, വിസ്കി, ബിയർ, ബ്രാൻഡി, റം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽക്കേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു മൈക്രോബാണ് ആരെന്ന് പറയുക, ഈസ്റ്റ് എന്ന് പറയുന്നത്. For this purpose, the same yeast, Saccharomyces cerevisiae, used for bread making and commonly called brewer's yeast, is used for fermenting malted cereals and fruit juices to produce ethanol. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ബ്രെഡ് മേക്കിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ ബ്രെഡ് ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളവിടെ ബേക്കേഴ്സ് ഈസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? Saccharomyces cerevisiae അല്ലേ? ഇതേ Saccharomyces cerevisiae തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മാൾട്ടഡ് സീരിയൽസ് അതല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഫെർമെൻറ്റ് ചെയ്തുകൊണ്ട് എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈസ്റ്റിനെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേക്കേഴ്സ് ഈസ്റ്റിനെ തന്നെയാണ് നമ്മളിവിടെ ബിവറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റിനെ, Saccharomyces cerevisiae എന്ന ഈസ്റ്റിനെ നമ്മളിവിടെ ബിവറേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്തേ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ മറ്റൊരു പേര്, കോമൺ നെയിം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബ്രൂവേഴ്സ് ഈസ്റ്റ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുന്ന പോയിന്റ് എന്താണ്? ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രൂവേഴ്സ് ഈസ്റ്റ്. അവരുടെ സയന്റിഫിക് നെയിം എന്താ? ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആളുടെ സയന്റിഫിക് നെയിം എന്താന്ന് നോക്കി. Saccharomyces cerevisiae. Saccharomyces cerevisiae. ഓക്കെ, അപ്പോൾ ഈ Saccharomyces cerevisiae തന്നെയാണ് ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ? ബേക്കേഴ്സ് ഈസ്റ്റ്. അപ്പോൾ 2 പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും അറിയപ്പെടുന്ന ആരെ തന്നെയാണ്? Saccharomyces cerevisiae ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് നമുക്ക് ഈ Saccharomyces cerevisiae വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാൾട്ടഡ് സീരിയൽസിൽ നിന്നും അതല്ല ഫ്രൂട്ട് ജ്യൂസസിൽ നിന്നുമൊക്കെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴി ഈസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ് എന്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്? എഥനോള് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ബിവറേജസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു Saccharomyces cerevisiae ഇവിടെ നമ്മൾ കോമൺ നെയിം ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് വിളിച്ചത്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി, ഫോർ എക്സാമ്പിൾ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ Saccharomyces cerevisiae ഉപയോഗിച്ചു. ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ് അവിടെയും ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് അവരെ വിളിച്ചത്. അടുത്ത് നോക്കി, ഇനി നമ്മൾ പറയുന്നത്, ഡു യു റീകളക്ട് ദ മെറ്റബോളിക് റിയാക്ഷൻ വിച്ച് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ ബൈ ഈസ്റ്റ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എഥനോൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇവിടെ ഏത് പ്രോസസ്സായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഈസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് എഥനോൾ ഉണ്ടാക്കിയെടുത്തു. അതായത് ഇവിടെ നടന്നത് ഫെർമെൻറ്റേഷനാണ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക അല്ലേ? ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ +1 പഠിച്ചിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവുന്ന പ്രോസസ്സ് ഏതായിരിക്കും? ഈസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആൽക്കഹോൾ ഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ നടന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആയിരിക്കും. Depending on the type of the raw material used for fermentation and the type of processing, that is distillation or without distillation, different types of alcoholic drinks are obtained. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്താണോ, അതായത് ഇവിടെ ഉണ്ടാകുന്ന അതായത് ഇവിടെ ഉണ്ടാകുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയാമോ? റോ മെറ്റീരിയൽ എന്താണ് നമ്മളൊരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ലയോ എന്നതിൻ്റെയൊക്കെ ബേസിസിലാണ് ഇവിടെ പലതരത്തിലുള്ള ആൽക്കഹോളിക് ഡ്രിങ്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. Wine and beer are produced without distillation, whereas whiskey, brandy and rum are produced by distillation of the fermented broth. അതായത് വൈൻ, ബിയർ എന്നീ പറയുന്ന
ആൽക്കഹോളിക് ഡ്രിങ്കുകളില്ലേ, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. അതേസമയം വിസ്കി, ബ്രാൻഡി, റം എന്നീ ആൽക്കഹോളിക് ഡ്രിങ്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്? ആ ഫെർമെൻറ്റേഷൻ നടന്നു വന്ന ആ ഒരു ബ്രോത്ത്, അതിന് ഈ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് വിസ്കി, ബ്രാൻഡി, റം എന്നീ ആൽക്കഹോളിക് ഡ്രിങ്കുകൾ ഉണ്ടായത്. ഓക്കെ, ദ ഫോട്ടോഗ്രാഫ് ഓഫ് എ ഫെർമെൻറ്റേഷൻ പ്ലാന്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ 10.5. അല്ല, നമ്മൾ നേരത്തെ ഫിഗറിൽ 10.5 എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ ഒരു ഫെർമെൻറ്റേഷൻ പ്ലാന്റിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഫെർമെൻറ്റഡ് ബിവറേജസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തതാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ഫെർമെൻറ്റഡ് ബിവറേജസും രണ്ടാമത്തേത് ആൻറ്റിബയോട്ടിക്കും. അപ്പോൾ എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന് നമുക്ക് നോക്കാം. ആൻറ്റിബയോട്ടിക്സ്. Antibiotics produced by microbes are regarded as one of the most significant discoveries of the 20th century and have greatly contributed towards the welfare of human society. അതായത് ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒന്നായിരുന്നു ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തം. ആൻറ്റി ഈസ് എ ഗ്രീക്ക് വേർഡ് ദാറ്റ് മീൻസ് എഗെയിൻസ്റ്റ് ആൻഡ് ബയോ മീൻസ് ലൈഫ്. ടുഗെദർ മീൻ എഗെയിൻസ്റ്റ് ലൈഫ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത് ആൻറ്റി എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതോടൊപ്പം തന്നെ ബയോസ് എന്ന വേർഡിൽ നിന്നുമാണ്. ആൻറ്റി എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? എഗെയിൻസ്റ്റ്, എതിരെ എന്നാണ്. ബയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നാണ്. ആൻറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എഗെയിൻസ്റ്റ്, എതിരെ എന്നാണ്. ബയോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൈഫ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചേർത്ത് വായിച്ച് നോക്കേ, എഗെയിൻസ്റ്റ് ലൈഫ് എന്ന് കിട്ടും അല്ലേ? ജീവനെതിരെ എന്നാണ് നമുക്കിത് കിട്ടുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ പൊതുവെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കാറുണ്ട്. അത് നമ്മുടെ ജീവനെതിരെയാണോ? അല്ല. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിസിന് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന പേര് കൊടുത്ത് ജീവനെതിരെ എന്നുള്ളൊരു പേര് കൊടുത്തത്? എന്തുകൊണ്ടാന്ന് നോക്കി, ഇവിടെ നമ്മൾ ജീവനെതിരെ എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെതിരെ. ഡിസീസ് കോസിങ് ആ രോഗമുണ്ടാക്കുന്ന ഒരു രോഗകാരി നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട്, അയാളുടെ ജീവനെതിരെ എന്നുള്ള അർത്ഥത്തിലാണ് ആൻറ്റിബയോട്ടിക് എന്ന പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ജീവനെതിരെ, മനുഷ്യ ജീവനെതിരെ എന്നൊന്നും ആയിരിക്കില്ല കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നോക്കാം, whereas with reference to human beings they are pro-life and not against. ഓക്കെ, എന്നാൽ ഹ്യൂമൻ ബീങ്സിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസത്തിൽ രക്ഷ നേടുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ടർ ഓഫ് ലൈഫാണ് ആരെന്ന് പറയുന്നത് ഇവിടുത്തെ ആൻറ്റിബയോട്ടിക്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ പ്രോ ലൈഫാണ് ആൻറ്റിബയോട്ടിക്. അതേസമയം ഒരു മൈക്രോബിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ, അതായത് നമുക്ക് ഉണ്ടാക്കിയ രോഗകാരിയെ ബേസ് ചെയ്ത്, അസുഖം ഉണ്ടാക്കിയ രോഗകാരിയെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ ആൻറ്റിബയോട്ടിക് എഗെയിൻസ്റ്റ് ലൈഫ്. നമ്മളെ ബേസ് ചെയ്ത് പറയുമ്പോൾ അത് പ്രോ ലൈഫാണ്. അത് ഓർത്ത് വെച്ചിരിക്കണേ. ഹ്യൂമൻ ബീങ്സിനെ റെഫർ ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണ്, റെഫറൻസ് ആക്കി എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോ ലൈഫാണ്, പ്രൊട്ടക്ടർ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കെതിരെയല്ല. ഓക്കെ, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡെഫിനിഷനാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, പഠിക്കണം. എന്താന്ന് നോക്കിയേ, ആൻറ്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ് ആൻഡ് ക്യാൻ കിൽ ഓർ റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് അതർ മൈക്രോബ്സ്. ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്, കെമിക്കലുകളാണ്. അവയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോ ഓർഗാനിസംസ്. ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് സൂക്ഷ്മജീവികളാണ്. ചില സൂക്ഷ്മജീവികളാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്, ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന് മറ്റുള്ള സൂക്ഷ്മജീവിയെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള സൂക്ഷ്മജീവിയുടെ ആക്ഷനെ എന്ത് ചെയ്യാനായിട്ട്, തടസ്സപ്പെടുത്താനോ റിട്ടാർഡ് ചെയ്യാനോ മന്ദീഭവിക്കാനോ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ആൻറ്റിബയോട്ടിക്കിന് സാധിക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡെഫിനിഷൻ എന്താ? ആൻറ്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് which are produced by some microbes and can kill or retard the growth of other disease causing microbes. Clear ആണോ? ഇനി അടുത്തത് നോക്കിയേ, you are familiar with the commonly used antibiotic penicillin. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയാം? പെനിസിലിൻ എന്ന് പറയാം. Do you know that penicillin was the first antibiotic to be discovered and it was a chance discovery? അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ പറയുന്ന പെനിസിലിൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഏതാണ്? പെനിസിലിൻ ആണ്. എന്നാൽ ഈ പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തം
ഒരു ചാൻസ് ഡിസ്കവറിയാണ്. അത് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ചെയ്ത കാര്യമൊന്നുമല്ല, അപ്രതീക്ഷിതമായി കണ്ടുപിടിക്കപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്. അതെന്താ അങ്ങനെ പറഞ്ഞേ നോക്കാം. അലക്സാണ്ടർ ഫ്ലെമിംഗ് while working on Staphylococcus bacteria once observed a mold growing in one of his unwashed culture plates around which Staphylococcus could not grow. അതായത് അലക്സാണ്ടർ ഫ്ലെമിംഗ് സ്റ്റെഫൈലോകോക്കി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കഴുകി വെക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ മറന്നുപോയ ഒരു കൾച്ചർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതായത് സ്റ്റെഫൈലോകോക്കസിനെ വളർത്താൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു പാത്രമായിരുന്നു. അത് വൃത്തിയാക്കാൻ മറന്നുപോയിരുന്നു അദ്ദേഹം. ആ ഒരു കൾച്ചർ പ്ലേറ്റിനുള്ളിൽ ഒരു പൂപ്പൽ വളരുന്നതായിട്ട് ആര് കണ്ടു? അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത്രയേ ഉള്ളൂ. അലക്സാണ്ടർ ഫ്ലെമിംഗ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കൾച്ചർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വൃത്തിയാക്കാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു വൃത്തിയാക്കാതെ വെച്ചിരുന്ന ആ ഒരു കൾച്ചർ പ്ലേറ്റിനുള്ളിൽ ആര് വളർന്നു എന്നാണ് പറയുന്നൊരു മൗൾഡ്, ഒരു പൂപ്പൽ വളർന്നു. എന്നാൽ ഈ പൂപ്പൽ വളർന്ന ആ ഒരു പ്ലേറ്റിനുള്ളിലേക്ക് ആർക്ക് വളരാൻ പറ്റുന്നുമില്ല? സ്റ്റെഫൈലോകോക്കി എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റുന്നുമില്ല. അതാ കൊടുത്തേക്കുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് while working on Staphylococcus bacteria once observed a mold growing in one of his unwashed culture plate around which Staphylococcus could not grow. അതായത് ഈ പൂപ്പൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ പൂപ്പലിന് ചുറ്റും ആർക്ക് വളരാൻ പറ്റുന്നതേ ഇല്ല, സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റുന്നതുമില്ല. He found out that it was due to a chemical produced by the mold and he named it penicillin. അതായത് എന്തുകൊണ്ടാണ് സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയയ്ക്ക് അവിടെ വളരാൻ പറ്റാതെ പോയത്? അതിനുള്ള കാരണം ആ ഒരു പൂപ്പലില്ലേ, ആ പൂപ്പൽ എന്തോ ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കെമിക്കലിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയയ്ക്ക് ആ ഒരു പൂപ്പലുള്ള ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റാതെ വന്നത്, വളരാൻ പറ്റാതെ വന്നത്. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കലിനെ അദ്ദേഹം വിളിച്ച പേരാണ് പെനിസിലിൻ. എന്താ വിളിച്ചേ? പെനിസിലിൻ. അപ്പോൾ ആ കെമിക്കലിൻ്റെ പേരെന്താണ്? പെനിസിലിൻ. ആഫ്റ്റർ ദ മോൾഡ് ദ പെനിസിലിയം നൊട്ടേറ്റം. ആ പൂപ്പലിൻ്റെ പേര് അദ്ദേഹം മനസ്സിലായി. ആ പൂപ്പലിൻ്റെ പേരെന്താണ്? പെനിസിലിയം നൊട്ടേറ്റം. അതായത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ആ ഒരു മോൾഡാണ് ആ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തത്. ആ കെമിക്കലിന് അദ്ദേഹം ഇട്ട പേരാണ് പെനിസിലിൻ എന്ന് വിളിച്ചു. മക്കളെ, ഈ പെനിസിലിനാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ പെനിസിലിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, വേറെ എന്തോ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വേറെ എന്തോ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പെനിസിലിൻ അദ്ദേഹത്തിന് അവിടെ എന്താ പറയുക, അവിടെ സർപ്രൈസിംഗ്ലി അദ്ദേഹത്തിന് കിട്ടിയതാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെനിസിലിൻ്റെ ആ ഒരു ഡിസ്കവറി ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. However, its full potential as an effective antibiotic was established much later by Ernst Chain and Howard Florey. ഈ പറയുന്ന പെനിസിലിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആരുടെ ബെനിഫിറ്റായിട്ട് പറയാം, അല്ലെങ്കിൽ ആരുടെ കോൺട്രിബ്യൂഷനായിട്ട് പറയാം? നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് പറയാം. പക്ഷേ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ ഈ ഒരു പെനിസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്, അതിന് ഉപയോഗം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ലൊരു പൊട്ടൻഷ്യാലിറ്റി നമ്മളിലേക്ക് എത്തിച്ചത്, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? ഏണസ്റ്റ് ചെയിനും ഹൊവാർഡ് ഫ്ലോറി. ആരൊക്കെയാണ്? ഏണസ്റ്റ് ചെയിനും ഹൊവാർഡ് ഫ്ലോറയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അതോ ഓർത്ത് വെച്ചിരിക്കാം. This antibiotic was extensively used to treat American soldiers wounded in Second World War. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ധാരാളം അമേരിക്കൻ സൈനികരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യപ്പെട്ടിരുന്നു? ഈ പറയുന്ന പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യപ്പെട്ടിരുന്നു. Fleming, Chain and Florey were awarded Nobel Prize in 1945 for this discovery. അപ്പോൾ ഈ പറഞ്ഞ ഏണസ്റ്റ് ചെയിൻ, ഹൊവാർഡ് ഫ്ലോറെ, അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്നിവർക്ക് 1945 ഈ പറയുന്ന പെനിസിലിൻ്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതും കൂടി ഓർത്തു വെച്ചിരിക്കുക. അല്ലാതെ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് മാത്രമല്ല ഇവിടെ നൊബേൽ സമ്മാനം കൊടുത്തത്, ഇവർക്ക് 3 പേർക്കും കൊടുത്തിരുന്നു. കാരണം ആ ഒരു പെർട്ടിക്കുലർ പെനിസിലിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചത് ഏണസ്റ്റ് ചെയിനും ഹൊവാർഡ് ഫ്ലോറയും കൂടി ചേർന്നിട്ടല്ലേ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും കൂടി ചേർത്തിട്ടാണ് 1945 നൊബേൽ സമ്മാനം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻറ്റിബയോട്ടിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടത്. അടുത്ത കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ടെന്നാണ് നോക്കാം ആൻറ്റിബയോട്ടിക്കുമായി ബന്ധപ്പെടുത്തി. ആഫ്റ്റർ പെനിസിലിൻ അതർ ആൻറ്റിബയോട്ടിക്സ് വെർ ഓൾസോ പ്യൂരിഫൈഡ് ഫ്രം അതർ മൈക്രോ ഓർഗാനിസംസ്. അതായത് പെനിസിലിന് ശേഷം
വേറെ മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നും വേറെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വേർതിരിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ക്യാൻ യു നെയിം സം അതർ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ സോഴ്സസ്? അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഏതൊക്കെയാണെന്നും അവയുടെ സോഴ്സസ്, അത് ഏത് മൈക്രോബിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. Antibiotics have greatly improved our capacity to treat deadly diseases such as plague, whooping cough, diphtheria and leprosy, which used to kill millions all over the globe. അതായത് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് സത്യം പറയാൻ നമുക്കൊരു എന്താ പറയുക, ഒരു വരദാനമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ മനുഷ്യരാശിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ ടോട്ടലി നമ്മളെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന അസുഖങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമ്മളെ സഹായിച്ച ഒരു മരുന്ന് തന്നെയാണ് ഏതെന്ന് പറയാം, ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയാം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ പ്ലേഗ്, വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ കാലിക് ഹൻസി, ഡിഫ്തീരിയ അല്ലെങ്കിൽ ഗോട്ട് ആൻഡ് ലെപ്രസി, കുഷ്ഠരോഗം എന്നൊക്കെ നമ്മൾ പറയില്ല, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മളെ സഹായിച്ചതാണ് ഏതെന്ന് പറയാം, ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഉപയോഗമുള്ളതാണ് ഏത്, ആൻറ്റിബയോട്ടിക്. അപ്പോൾ അത് മൈക്രോബ്സിൻ്റെ സഹായത്തോടു കൂടിയല്ലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കിട്ടി. അപ്പോൾ മൈക്രോബ്സ് നമ്മളെ സഹായിക്കുന്നതിന് ഒരു എക്സാമ്പിളും കൂടിയാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പോൾ നമ്മൾ ആദ്യം മൈക്രോബ്സ് ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൽ തന്നെ 2 എണ്ണമാണ് ഫെർമെൻറ്റഡ് ബിവറേജസും ആൻറ്റിബയോട്ടിക്കുകളും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാമത്തെ സെക്ഷനാണ് ഈ ചാപ്റ്ററിലെ കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. Microbes are also used for commercial and industrial production of certain chemicals like organic acids, alcohols and enzymes. അപ്പോൾ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില കെമിക്കലുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓർഗാനിക് ആസിഡുകൾ, എൻസൈമുകൾ, ആൽക്കഹോളുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ പറയാം. ആസ്പെർഗില്ലസ് നൈഗർ. ആസ്പെർഗില്ലസ് നൈഗർ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അപ്പോൾ ഈ ഒരു ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഓർത്ത് വെച്ചിരിക്കണേ, ആസ്പെർഗില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. ആ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിന്റെ പേരെന്താ, സിട്രിക് ആസിഡ്. അടുത്ത് നോക്കിയേ, അസെറ്റോബാക്ടർ അസെറ്റി. അസെറ്റോബാക്ടർ അസെറ്റി പേരിൽ നിന്ന് എഴുതാൻ പറ്റും. അസെറ്റോബാക്ടർ, ബാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ബാക്ടീരിയ, വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അസെറ്റി എന്നല്ലേ അവസാനിക്കുന്ന, അസെറ്റോബാക്ടർ അസെറ്റി. ഇപ്പോൾ ഏത് ആസിഡ്, അസെറ്റിക് ആസിഡ്. അതും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, അസെറ്റിക് ആസിഡ്. ദെൻ ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം അതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിന്റെ പേര് ശ്രദ്ധിക്കണേ, ബ്യൂട്ടിറിക് ആസിഡ്. ഇറ്റ് ഈസ് നോട്ട് ബ്യൂട്ടിലിക് ആസിഡ്. അത് ബ്യൂട്ടിലിക് ആസിഡ് അല്ല, ബ്യൂട്ടിറിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അടുത്ത് നോക്കിയേ, ലാക്ടോബാസില്ലസ്. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ലാക്ടോബാസില്ലസ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ടിക് ആസിഡ് ആണ്. അതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക കുറച്ച് മൈക്രോബിന്റെ പേരുകളും അവർ ഏത് ടൈപ്പ് മൈക്രോബാണ്, അവർ ഏത് ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ്പെർഗില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. അത് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അസെറ്റോബാക്ടർ അസെറ്റി ഒരു ബാക്ടീരിയമാണ്. അത് അസെറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ഒരു ബാക്ടീരിയമാണ്. അത് ബ്യൂട്ടിറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലാക്ടോബാസില്ലസ് ഒരു ബാക്ടീരിയമാണ്. അതെന്ത് ചെയ്യണു, ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആസിഡുകളും ബാക്ടീരിയകളുമാണ് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് നോക്കാം, ഈസ്റ്റ്. നമ്മൾ പഠിച്ചൊരു ഈസ്റ്റിന്റെ പേരെന്താ, സക്കാരോമൈസിസ് സെർവീസിയേ. അയാൾക്ക് 2 കോമൺ നെയിമുകൾ നമ്മൾ പഠിച്ചു. ഒന്നയാളെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും മറ്റൊന്നയാളെ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും വിളിച്ചു, അറിയാമല്ലോ. ഇനി നോക്കി, ഈസ്റ്റ് സക്കാരോമൈസിസ് സെർവീസിയേ ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ. എത്തനോൾ ഉണ്ടാക്കാൻ, കൊമേഴ്ഷ്യലി നമുക്ക് എത്തനോൾ, കൂടുതലായിട്ട് എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, ഈസ്റ്റിനെയാണ്. അതിന് സയന്റിഫിക് നെയിം സക്കാരോമൈസിസ് സെർവീസിയേ. അതുകൊണ്ടല്ലേ ഒരു ബ്രൂവേഴ്സ് ഈസ്റ്റ് നമ്മൾ വിളിച്ചത്, ഓർത്ത് വെച്ചിരിക്കുക. മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ്. മൈക്രോബ്സ് നമ്മൾ എന്തിനു വേണ്ടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്, എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2-3 എൻസൈമുകളുടെ പേര് നമുക്ക് നോക്കാം. ലിപ്പേസസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻസ് ആൻഡ് ആർ ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദ ലോണ്ടറി. അത് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻസൈമുകൾ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു എൻസൈമിൻ്റെ പേരാണ് ലിപ്പേസ് എന്ന് പറയുക.
അപ്പോൾ ലിപ്പേസ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റർജൻറ്റുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ എന്താണ് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിറ്റർജൻറ്റുകൾ. അപ്പോൾ ഡിറ്റർജൻറ്റുകളിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലിപ്പേസ് ആണ്. ലിപ്പേസ് എവിടെയാണ് കാണുന്നത്? ഡിറ്റർജൻറ്റുകളിൽ കാണപ്പെടുന്ന എൻസൈമാണ്. അത് മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദ ലോണ്ട്രി. അതായത് നമ്മുടെ അഴുക്ക് വസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഓയിലി സ്റ്റെയിൻസ്, എണ്ണമെഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? ലിപ്പേസ് എന്ന് പറയുന്നത്. ലിപ്പേസസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ. ഡിറ്റർജൻസിൽ കാണപ്പെടുന്നത് ലിപ്പേസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി? ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദ ലോണ്ട്രി. അതായത് നമ്മുടെ അഴുക്ക് തുണികളിൽ എന്തടങ്ങിയിട്ടുണ്ടാവും? ഓയിലി സ്റ്റെയിൻസ്, എണ്ണമെഴുക്കുകൾ ഉണ്ടാവും. അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നു. ഈ ഡിറ്റർജൻറ്റിൽ എന്തടങ്ങിയിട്ടുണ്ട്? ലിപ്പേസ് അടങ്ങിയിട്ടുണ്ടാവും. അടുത്ത പോയിന്റ് നോക്കിയേ. യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസസ് ബോട്ട് ഫ്രം ദ മാർക്കറ്റ് ആർ ക്ലിയറർ ആസ് കമ്പയർഡ് ടു ദോസ് മെയ്ഡ് അറ്റ് ഹോം. അതായത് മാർക്കറ്റിൽ നിന്നും കടകളിൽ നിന്നും മേടിക്കുന്ന ബോട്ടിൽഡ് ജ്യൂസും നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജ്യൂസും, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമ്പയർ ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും ക്ലിയറായിട്ട് കാണപ്പെടുന്ന ജ്യൂസ് ഏതാ? കടകളിൽ നിന്നും മേടിക്കുന്ന ജ്യൂസാണ് അല്ലേ? അതെന്താ അങ്ങനെ? നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ജ്യൂസാണ് നല്ല തിക്കറായിരിക്കും, നല്ല കട്ടിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുമല്ല അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടാകും അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ടിൻ്റെ നാരുകളൊക്കെ നമുക്ക് ആ ഒരു ജ്യൂസിനുള്ളിൽ വീട്ടിലുണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കടകളിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിൽ ജ്യൂസുകൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് ഏതാ? ബോട്ടിൽ ജ്യൂസാണ് അല്ലേ? എന്താ അങ്ങനെ കണ്ടേ? അതവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ. This is because the bottled juices are clarified by the use of pectinases and proteases. അതായത് ബോട്ടിൽഡ് ജ്യൂസുകൾ ഇങ്ങനെ ക്ലിയറായിട്ട് കാണാനുള്ള കാരണം അവിടെ 2 എൻസൈമുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫൈബറൊക്കെ ലയിച്ചു പോകാൻ വേണ്ടിയിട്ട് 2 എൻസൈമുകൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും ബോട്ടിൽഡ് ജ്യൂസിൽ. അതിൻ്റെ പേരാണ് പെക്റ്റിനേസും പ്രോട്ടിയേസും. അപ്പോൾ മൈക്രോബുകൾ എൻസൈമുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു എൻസൈമിൻ്റെ പേര് പഠിച്ചു, ലിപ്പേസ്. ലിപ്പേസ് ഡിറ്റർജൻറ്റിലാണ് കാണപ്പെടുന്നത്. ലോണ്ട്രിയിലുള്ള ഓയിൽ സ്റ്റെയിൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ബോട്ടിൽഡ് ജ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് പെക്റ്റിനേസും പ്രോട്ടിയേസും. ഇനി അടുത്തൊരു എൻസൈം നോക്കിയേ, സ്ട്രെപ്റ്റോകൈനേസ്. അടുത്ത എൻസൈം എന്താ? സ്ട്രെപ്റ്റോകൈനേസ്. അപ്പോൾ ആ എൻസൈമിൻ്റെ പ്രത്യേകത എന്താ നോക്കുക? പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയം സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ ഈ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയത്തിൻ്റെ പേരെന്താ? സ്ട്രെപ്റ്റോകോക്കസ്. ബാക്ടീരിയത്തിൻ്റെ പേര് സ്ട്രെപ്റ്റോകോക്കസ്. പഠിക്കാൻ എളുപ്പം മക്കളെ. കോക്കസ്, ബാസിലസ് എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ ആണ്. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയമാണ്. അപ്പോൾ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ബാക്ടീരിയമായ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. And modified by genetic engineering is used as a clot buster. അപ്പോൾ ഇയാളുടെ ഉപയോഗം എന്താ? സ്ട്രെപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഉപയോഗമാണ് ക്ലോട്ട് ബസ്റ്റർ ഫോർ റിമൂവിങ് ക്ലോട്ട്സ് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് who have undergone myocardial infarction leading to heart attack. അതായത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച പേഷ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ബ്ലഡ് വെസൽസിനകത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, രക്തം കട്ട പിടിച്ചിട്ടുണ്ടാവും. ആ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ആ ബ്ലഡ് ക്ലോട്ടിനെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മാറ്റണം അല്ലേ? അതിനെ അലിയിച്ച് കളയണം. ബ്ലഡ് ക്ലോട്ടിനെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ബേസ്റ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്ലോട്ട് ബസ്റ്റർ അല്ലേ? ആ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ബ്ലഡ് വെസൽസിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു ബ്ലഡ് ക്ലോട്ടുകളുണ്ട്, അതിനെ എന്ത് ചെയ്യണം? അവിടെ പൊട്ടിച്ച് കളയാണ്, നശിപ്പിച്ച് കളയാണ്. അപ്പോൾ ക്ലോട്ട് ബസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് ഇവിടെ എന്തിനെ യൂസ് ചെയ്തിരിക്കുന്നത്? സ്ട്രെപ്റ്റോകൈനേസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അത് ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ പേഷ്യൻസിലൊക്കെ ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ബയോ ആക്റ്റീവ് മോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ്. ബയോ ആക്റ്റീവ് മോളിക്യൂൾ അതൊരു എക്സാമ്പിളാണ് സൈക്ലോസ്പോറിൻ എ. ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ എക്സാമ്പിൾ എന്താ? സൈക്ലോസ്പോറിൻ എ. അപ്പോൾ ഈ സൈക്ലോസ്പോറിൻ എ എന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്
ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. അതായത് അവയവങ്ങൾ മാറ്റിവെച്ച പേഷ്യൻസ് ഉണ്ടാവില്ലേ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട്, അതായത് ഇങ്ങനെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന്റെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്ത് വെക്കും, തടസ്സപ്പെടുത്തി വെക്കും, സപ്രസ് ചെയ്ത് വെക്കുന്ന ഏജന്റ് ആയിട്ടാണ് എന്തിനെ യൂസ് ചെയ്യണത്, ഇവിടുത്തെ ബയോ ആക്റ്റീവ് മോളിക്യൂളായ സൈക്ലോസ്പോറിൻ എ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫംഗസ് ആണ്. ആ ഫംഗസിന്റെ പേര് ട്രൈക്കോഡെർമ പോളിസ്പോറം. പഠിക്കണം. അപ്പോൾ ഇവിടുത്തെ മൈക്രോബിന്റെ പേരെന്താ, ട്രൈക്കോഡെർമ പോളിസ്പോറം. അത് ഏത് ടൈപ്പ് മൈക്രോബാണ്, അതൊരു ഫംഗസ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളിന്റെ പേരെന്താ, സൈക്ലോസ്പോറിൻ എ എന്നാണ്. ഈ സൈക്ലോസ്പോറിൻ എ എന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. അല്ലേ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൈക്ലോസ്പോറിൻ എ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നൊരു ഓർഗനാണ് അവരുടെ ബോഡിക്കകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഗൻ എത്രയൊക്കെ മാച്ചിങ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും അവരുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം ആ ഓർഗനെ ഒരു ആൻറ്റിജനായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ആൻറ്റിജനായിട്ട് കൺസിഡർ ചെയ്താൽ ഉറപ്പായിട്ടും അതിനെതിരെ ആ ബോഡി എന്ത് ചെയ്യും, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഓർഗനെ റിജക്റ്റ് ചെയ്യത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രോസസ്സ് എല്ലായിരുന്നു ചെയ്യുന്നേ. അപ്പോൾ അത് വെറുതെ ആയിപ്പോവും. അങ്ങനെ വരാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യൻ്റെ ബോഡിയുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ കുറച്ച് നേരത്തേന് എന്ത് ചെയ്യണം, അത് സപ്രസ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. അതായത് ആ ഓർഗൻ അവരുടെ ബോഡി എടുക്കുന്നിടം വരെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ടാണ് ആരെ ഇവിടെ യൂസ് ചെയ്യണത്, സൈക്ലോസ്പോറിൻ എ യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കാം, സ്റ്റാറ്റിൻ. അടുത്ത എന്താണ്, സ്റ്റാറ്റിൻ ആണ്. It is produced by the yeast Monascus purpurus. അതായത് ഇവിടെ ഒരു ഈസ്റ്റിൻ്റെ പേര് പഠിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് മാത്രമേ വന്നിട്ടുണ്ടാവൂ, ഏതായിരുന്നു, സക്കാരോമൈസിസ് സെർവീസിയെ അല്ലേ. എന്നാൽ ഇവിടെ വേറെ ഒരു ഈസ്റ്റിൻ്റെ പേര് പഠിക്കുന്നുണ്ട്. ആ ഈസ്റ്റിൻ്റെ പേരെന്താ, മൊനാസ്കസ് പർപ്യൂരിയസ് എന്നാണ് പേര്. അപ്പോൾ ഈസ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടി, മൊനാസ്കസ് പർപ്യൂരിയസ്. അപ്പോൾ ഈ ഒരു ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, അതൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാറ്റിൻ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈസ്റ്റാണ്. ഈസ്റ്റിൻ്റെ പേരെന്താ, മൊനാസ്കസ് പർപ്യൂരിയസ്. അവരെന്താ ചെയ്തതെന്ന് നോക്കി, അവരുടെ ഫംഗ്ഷൻ ഇതാണ്. സ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ്. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡിനകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം അല്ലേ, അത് കൂടുന്നത് നല്ലതാണോ, അല്ല. അതെന്ത് ചെയ്യണം, കുറച്ച് നമുക്കൊരു നോർമൽ ലെവലിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആണ് ഏതെന്ന് പറയാം, സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഈസ്റ്റാണ്. ആ ഈസ്റ്റിൻ്റെ പേരാണ് മൊനാസ്കസ് പർപ്യൂരിയസ് എന്ന് പറയുന്നത്. It acts by competitively inhibiting the enzyme responsible for synthesis of cholesterol. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഒരു കൊളസ്ട്രോളിൻ്റെ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻസൈംസിന് എതിരായിട്ടാണ് അവർ എന്ത് ചെയ്യണത്, ഫങ്ഷൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചിട്ടാണെന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കലുകൾ, എൻസൈമുകൾ, അതോടൊപ്പം തന്നെ ബയോ ആക്റ്റീവ് മോളിക്യൂളുകളെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, അതായത് മൈക്രോബ്സിൻ്റെ ഉപയോഗങ്ങളാണ് ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു 3 സെക്ഷനായിട്ട് പറഞ്ഞു. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, വീട്ടാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട്, രണ്ടാമത് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, മൂന്നാമത് ഈ പറഞ്ഞ പോലെ കെമിക്കലുകളെ കുറിച്ചിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കി, മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ഈ സീവേജ് എന്ന് പറയുന്ന വേർഡ്, അതാദ്യം നോക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കി, വി നോ ദാറ്റ് large quantities of waste water are generated every day in cities and towns. അപ്പോൾ ഈ സിറ്റീസിലും ടൗൺസിലും ഒക്കെ എന്താണ്, വേസ്റ്റ് വാട്ടർ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. മക്കളെ, സീവേജ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, വേസ്റ്റ് വാട്ടർ. ഓക്കെ, വൃത്തിഹീനമായ ജലം. അപ്പോൾ ഈ ടൗൺസിലും സിറ്റീസിലും ഒക്കെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ടും വേസ്റ്റ് വാട്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുക, അപ്പോൾ അതിനെന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്രോബ്സിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, എ മേജർ കമ്പണൻറ്റ് ഓഫ് ദിസ് വേസ്റ്റ് വാട്ടർ ഈസ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ത് തന്നെയാണ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ തന്നെയാണ്. ഓക്കെ, മനുഷ്യ വിസർജ്ജനമായിരിക്കും ഏറ്റവും കൂടുതലായിട്ടും ഈ ഒരു വേസ്റ്റ് വാട്ടറിനുള്ളിൽ കാണപ്പെടുന്നത്.
ദിസ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഈസ് കോൾഡ് സീവേജ്. ഈ വേസ്റ്റ് വാട്ടറിനെയാണ്, ഈ ഒരു മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീവേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ സീവേജ് എന്ന് മനസ്സിലായേ? അപ്പോൾ സീവേജ് എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഈസ് കോൾഡ് ആസ് വാട്ട്? സീവേജ്. ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്. അപ്പോൾ ഈ പറയുന്ന സീവേജിനകത്ത്, സീവേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വേസ്റ്റ് വാട്ടർ ആണ് അല്ലേ, മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മൈക്രോബിനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് ഓൾറെഡി എന്തുണ്ടാകും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. മൈക്രോ ഓർഗാനിസംസ് മാത്രമാണോ അതിനകത്ത് ഉണ്ടാവുക? അല്ല, ഓർഗാനിക് മാറ്ററും ഉണ്ടാവും അല്ലേ. അപ്പോൾ സീവേജിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്. അപ്പോൾ എന്താണ് സീവേജ് എന്ന് നമ്മൾ പഠിച്ചു. സീവേജ് എന്ന് പറയുന്നത് എന്താ? മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ആണ്. ഈ സീവേജിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്, മെനി ഓഫ് വിച്ച് ആർ പാത്തോജനിക്. അപ്പോൾ ഇതിനകത്ത് കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, അത് എങ്ങനെയുള്ളവരാണ്? പാത്തോജനിക് ആണ്. പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ് കോസിങ്, രോഗകാരികളാണ്. അപ്പോൾ സീവേജ് വാട്ടറിനുള്ളിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാവരും നമ്മളെ എന്താണ്, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള കൂടുതൽ ആൾക്കാരും എങ്ങനെയുള്ളവരാ? നമുക്ക് അസുഖം ഉണ്ടാക്കുന്നവരാ അല്ലേ. അപ്പോൾ ഈ വൃത്തിഹീനമായ ജലം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുമായിട്ടോ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. കാരണം ധാരാളം മൈക്രോ ഓർഗാനിസംസ് അതിനകത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന സീവേജ് വാട്ടറിനെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? പ്യൂരിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അടുത്ത പോയിന്റ് നോക്കി. ഹാവ് യു എവർ വണ്ടേർഡ് വെയർ ദിസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ഓർ അർബൻ വേസ്റ്റ് വാട്ടർ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ഡെയിലി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന ഈ ഒരു വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് ഡെയിലി. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദിസ് cannot be discharged into natural water bodies like rivers and streams directly. You can understand why. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന വേസ്റ്റ് വാട്ടർ, ഈ സിറ്റീസിലും ടൗൺസിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഓടയിലെ വെള്ളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ജലത്തെ നമ്മൾ എന്ത് ചെയ്യും? വൃത്തിഹീനമായ ഈ ഒരു വെള്ളത്തെ നമുക്ക് ഏതെങ്കിലും ഒരു അക്വാട്ടിക് വാട്ടർ ബോഡീസിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ഒഴുക്കി വിടുവാണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ എന്തു പറ്റും? അങ്ങനെ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ ആ ഒരു അക്വാട്ടിക് വാട്ടർ ബോഡി എന്ത് ചെയ്തു പോകും? ചീത്തയായി പോതില്ലയോ? അപ്പോൾ അത് പ്രശ്നമല്ലേ? ആ ഒരു അക്വാട്ടിക് വാട്ടർ ബോഡീസിനകത്തുള്ള ആ ഒരു ജീവജാലങ്ങളെല്ലാം എന്ത് ചെയ്തു പോകും? നശിച്ചു പോകും. അതുമാത്രമാണോ? ആ ഒരു എക്കോസിസ്റ്റം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തു പോകും? ഇല്ലാണ്ടായി പോകും. ഹാബിറ്റാറ്റ് നശിച്ചു പോകും. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ ജീവിക്കുന്ന പരിസരവാസികൾക്കെല്ലാം പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് സീവേജിനെ ഒരു അക്വാട്ടിക് ബോഡിയിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഒഴുക്കി വിടാനായിട്ട് സാധിക്കുകയില്ല. അടുത്ത പോയിന്റ് നോക്കി. ബിഫോർ ഡിസ്പോസൽ, hence sewage is treated in sewage treatment plants. ഈ പറയുന്ന സീവേജ് വാട്ടറിനെ നമുക്ക് ഏതെങ്കിലും അക്വാട്ടിക് വാട്ടർ ബോഡീസിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇടാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം വേസ്റ്റ് ഇതിനകത്തുണ്ട്. അതേസമയം വേസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റിയിട്ട് അത് ഒരുവിധം പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ വെള്ളം അക്വാട്ടിക് ബോഡീസിലേക്ക് കൊണ്ടുവന്ന് ഒഴുക്കി വിടുകയാണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാ ഇവിടെ പറയുന്നേ, ബിഫോർ ഡിസ്പോസൽ ഹെൻസ് സീവേജ് ഇസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ സീവേജ് ഡയറക്റ്റ് അക്വാട്ടിക് ബോഡീസിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നതിന് മുമ്പ് തന്നെ ഇവ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലേക്ക് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു സീവേജിനകത്ത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലേക്ക്. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചുരുക്കി എഴുതിയേക്കുന്നതുണ്ടോ? STPs. ഓക്കെ, അപ്പോൾ STPs എന്താ? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സീവേജ് എങ്ങോട്ടേക്ക് വിടുന്നത്? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലേക്ക് വിടുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഈസ് ഡൺ ബൈ ദ ഹെറ്ററോട്രോഫിക് മൈക്രോബ്സ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ ദ സീവേജ്. ദിസ് ട്രീറ്റ്മെൻറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 stages. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഓൾറെഡി ആ മൈക്രോ ഓർഗാനിസംസ് എവിടെ തന്നെ ഉണ്ട്? സീവേജിൽ തന്നെ ഉണ്ട്, ആ ഒരു വാട്ടറിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് മൈക്രോബ്സിനെ കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഓൾറെഡി ആ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബ്സിനെ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സീവേജിനെ ലെസ് പൊല്യൂട്ടിംഗ് വാട്ടറാക്കി മാറ്റുന്നത്. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും 2 stages ആണ് ഉള്ളത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് എത്ര സ്റ്റെപ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സ്റ്റേജസ് ഉണ്ട്? 2 എണ്ണം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, രണ്ടാമത്തേതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഏതൊക്കെയാണ്? പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്ന ഒന്നാമത്തെ സ്റ്റേജ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. എന്താ നോക്കിയേ? These treatment
steps basically involve physical removal of particles, large and small, from the sewage through filtration and sedimentation. അതായത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീവേജ് വാട്ടറിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അവയെ നമ്മൾ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പൊങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വലിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാവും, ചെറിയ സബ്സ്റ്റൻസുകളുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യണ്ടായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആയതെന്ന് പറയണേ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ തന്നെ എന്തുണ്ട്? 2 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാ? ഫിൽട്ടറേഷൻ, അത് കഴിഞ്ഞ് സെഡിമെൻറ്റേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാകും? ഫിൽട്ടർ ചെയ്യുവാണ്, അരിക്കുകയാണ് അല്ലേ? സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ വെള്ളത്തെ കുറച്ച് നേരം കെട്ടി നിർത്തുമായിരിക്കും, ഒരു ടാങ്കിനുള്ളിൽ ഇങ്ങനെ കെട്ടി നിർത്തും, അനക്കാതെ കെട്ടി നിർത്തും. അപ്പോൾ എന്തോ പറ്റും? ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? അടിഞ്ഞുകൂടും അല്ല, ആ ടാങ്കിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വന്ന് അടിഞ്ഞുകൂടും. അതായിരിക്കും സെഡിമെൻറ്റേഷൻ. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫിൽട്ടറേഷനും സെഡിമെൻറ്റേഷനും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഈ സീവേജിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുന്നതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. അതിൽ തന്നെ 2 എണ്ണം ഏതൊക്കെ സ്റ്റെപ്പാണ്? ഫിൽട്ടറേഷനും സെഡിമെൻറ്റേഷനും. ഓക്കെ, ദീസ് ആർ റിമൂവ്ഡ് ഇൻ സ്റ്റേജസ്. ഇനിഷ്യലി ഫ്ലോട്ടിംഗ് ഡെബ്രിസ് is removed by sequential filtration. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം അവർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഫിൽട്ടറേഷൻ ആയിരിക്കും. ആ ഒരു വെള്ളത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വലിയ ഫിൽട്ടറിലൂടെ കടത്തിവിടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫിൽട്ടർ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്ത് കളയും. അപ്പോൾ ഫിൽട്രേഷൻ നടക്കും. ഓക്കെ, then the grit എന്ന് പറഞ്ഞാൽ എന്താ? സോയിലും സ്മോൾ പെബിൾസ് എന്ന് പറഞ്ഞാൽ ചരൽ കല്ലുകൾ നമ്മൾ പറയില്ലേ, അതാണേ. അപ്പം then the grit are removed by sedimentation. അപ്പം നിങ്ങൾ ചിന്തിക്കുക, പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു? ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി പുറത്ത് കളഞ്ഞു. ഇനി ആ വെള്ളം ഏത് പ്രോസസ്സിന് വേണ്ടി വിധേയമാക്കി? സെഡിമെൻറ്റേഷന് വേണ്ടി വിധേയമാക്കി. സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയേ ഉള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ വാട്ടറിനെ എന്ത് ചെയ്യുന്ന ഒരു വലിയ ടാങ്കിനുള്ളിൽ കുറേ സമയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെട്ടി നിർത്തുകയാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഏത് വസ്തുവാണെന്ന് എടുത്ത് പറയുന്നുണ്ട്? ഗ്രിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ വെള്ളത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന മണ്ണും ചരൽ കല്ലുകളുമാണ്. അതാണ് ഗ്രിട്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴി ആ വെള്ളത്തിനുള്ളിലെ ഗ്രിട്ട് അടിഞ്ഞുകൂടും, സെഡിമെൻറ്റേഷൻ നടത്തും. ഓക്കെ, അതാണ്. ഓൾ സോളിഡ്സ് ദാറ്റ് സെറ്റിൽ ഫോം ദ പ്രൈമറി സ്ലഡ്ജ് ആൻഡ് ദ സൂപ്പർനേറ്റൻറ്റ് ഫോംസ് ദ എഫ്ലുവൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു ഫിഗറിൽ നോക്കിയേ, ഇപ്പോൾ ഇതാണ് ഒരു ടാങ്ക്. അപ്പോൾ ഈ ഒരു ടാങ്കിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ നമ്മൾ ആ ഒരു സീവേജ് വാട്ടർ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കാമെന്ന് വിചാരിക്കാം. കെട്ടി നിർത്തിയിട്ടുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനുള്ളിൽ ധാരാളം എന്തുണ്ടാവും? ഗ്രിട്ട് അടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്താ ഗ്രിട്ട് എന്ന് പറയുന്നത്? ഈ മണ്ണും ചരൽ കല്ലിനെയാണ് നമ്മൾ ഗ്രിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നേരം ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു മണ്ണും ചരൽ കല്ലും ഉറപ്പായിട്ടും ആ ഒരു ടാങ്കിന് താഴെ അടിഞ്ഞുകൂടും. അപ്പോൾ അത് അടിഞ്ഞുകൂടിയത് നമുക്ക് ഒന്ന് വരയ്ക്കാം. അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ഈ വരച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ വരച്ചിട്ടില്ലേ? ഈ ഓറഞ്ച് കളറിൽ ഞാൻ വരയ്ക്കുന്നില്ലേ? അതിങ്ങനെ അടിഞ്ഞുകൂടി. അപ്പോൾ ഈ താഴെ എന്താണോ അടിഞ്ഞുകൂടിയത്, സെറ്റിൽ ചെയ്തത്, ആ സെറ്റിൽ ചെയ്ത വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ്. എന്താ വിളിക്കുന്നത്? പ്രൈമറി സ്ലഡ്ജ്. അപ്പം മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഉണ്ടാകില്ലേ? അടിഞ്ഞുകൂടിയത് പ്രൈമറി സ്ലഡ്ജ് എന്ന് വിളിച്ചു. മുകളിൽ എന്തായാലും വെള്ളം ഉണ്ടാവും, കെട്ടി നിൽക്കുന്ന വെള്ളം ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ്ലുവൻറ്റ്. എന്താ വിളിക്കുക? എഫ്ലുവൻറ്റ്. ഈ സൂപ്പർനേറ്റൻ കെട്ടി നിൽക്കുന്ന വെള്ളം, അതിനെ നമ്മൾ വിളിച്ച പേരാണ് എഫ്ലുവൻറ്റ്. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടി? പ്രൈമറി സ്ലഡ്ജ് ഉണ്ടായി, എഫ്ലുവൻറ്റ് ഉണ്ടായി. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഓൾ സോളിഡ്സ് ദാറ്റ് സെറ്റിൽ ഫോം ദ പ്രൈമറി സ്ലഡ്ജ്.
അപ്പോൾ ഏതൊക്കെ സോളിഡ് ഉണ്ടോ ആ സോളിഡ് എല്ലാം അവിടെ അടിഞ്ഞുകൂടി. അതിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി സ്ലഡ്ജ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദ സൂപ്പർനേറ്റന്റ് ഫോംസ് ദ എഫ്ലുവന്റ്. മുകളിൽ കെട്ടി നിന്ന വെള്ളമില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ്ലുവന്റ് എന്ന് പറയുന്നത്. ദ എഫ്ലുവന്റ് ഫ്രം ദ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് ഈസ് ടേക്കൺ ഫോർ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഈ എഫ്ലുവന്റിനെയാണ്, ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെയാണ് ഇനി നമ്മൾ ഈ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് രണ്ടാം ഘട്ടമായ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. പ്രൈമറി ട്രീറ്റ്മെന്റിൽ നിന്നും കിട്ടിയ ആ ഒരു എഫ്ലുവന്റ് ഇല്ലേ, ഈ എഫ്ലുവന്റിനെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താ? സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ബയോളജി എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നതാ? ലൈഫ് ഫോംസിനെ കുറിച്ച് പഠിക്കുന്നതാണ്, ജീവനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ പറയുന്ന സെക്കൻഡറി ട്രീറ്റ്മെന്റിലായിരിക്കണം മൈക്രോബുകൾ യൂസ് ചെയ്യുന്ന. മൈക്രോബ്സിന് ജീവനുണ്ടല്ലോ, അപ്പോൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഏത് തന്നെ ആയിരിക്കണം? അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. The primary effluent is passed into large aeration tank. ഇപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് ഉണ്ടായി വന്ന ആ ഒരു എഫ്ലുവന്റിനെയാണ് നമ്മൾ പ്രൈമറി എഫ്ലുവന്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറി എഫ്ലുവന്റിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലെ ഏത് ടാങ്കിലേക്കാണ് മാറ്റിയെന്ന് നോക്കി. ആ ടാങ്കിന്റെ പേരെന്താ? എയറേഷൻ ടാങ്ക്. എയറേഷൻ ടാങ്കിലേക്ക് മാറ്റുന്നു. Where it is constantly agitated mechanically and air is pumped into it. അതായത് ഈ എയറേഷൻ ടാങ്കിലേക്ക് നമ്മൾ എന്തിനെ മാറ്റി? പ്രൈമറി എഫ്ലുവന്റിനെ മാറ്റി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ആ ഒരു എയറേഷൻ ടാങ്കിലെത്തിയ പ്രൈമറി എഫ്ലുവന്റ് ആ ഒരു വെള്ളത്തെ എന്ത് ചെയ്യാണ്? അടിച്ചു കലക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ വെള്ളത്തെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? അടിച്ചു കലക്കുന്നു. അപ്പോൾ അടിച്ചു കലക്കുന്നു എന്ന വേർഡ് ആട്ടോ ഇവിടെ കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ് എന്ന് പറയാം. അപ്പോൾ അടിച്ചു ആ വെള്ളത്തെ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആ ഒരു ടാങ്കിന്റെ പേരെന്താണെന്നാണ് നമ്മൾ പറഞ്ഞേ? എയറേഷൻ ടാങ്ക്. കാരണം ആ ടാങ്കിലേക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുക? എയർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ നിന്ന് എയർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എയർ എല്ലാ വശത്തും, ആ ടാങ്കിലെ വെള്ളത്തിൻ്റെ എല്ലാ വശത്തും ആ ഒരു എയർ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ അടിച്ച് കലക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എയർ എല്ലാ ഭാഗത്തും എത്തും. ദിസ് അലോസ് വിഗറസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയ്റോബിക് മൈക്രോബ്സ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു സീവേജ് വാട്ടറിനകത്ത് ഓൾറെഡി മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ എയർ ആവശ്യമുള്ള മൈക്രോബ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക? എയ്റോബിക് മൈക്രോബ്സ്. അപ്പോൾ എയർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. ഫുഡ് ആ ഒരു വെള്ളത്തിൽ ഓൾറെഡി സീവേജ് അല്ലേ, അപ്പോൾ ഓൾറെഡി ആ വെള്ളത്തിനകത്ത് ഫുഡുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫുഡും എടുത്ത് എയറും എടുത്ത് ആരവിടെ വളരാൻ തുടങ്ങും? എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് വളരാൻ തുടങ്ങും കേട്ടോ. ദിസ് അലോസ് ദ വിഗറസ് ഗ്രോത്ത് ഓഫ് ദ എയ്റോബിക് മൈക്രോബ്സ്. എന്നിട്ട് ഈ മൈക്രോബ്സ് എന്തായിട്ട് മാറും എന്നാണ് പറയുന്നത് നോക്കി. ഇറ്റ് ഗ്രോസ് ഇൻ ടു ഫ്ലോക്സ്. അവരെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണേ? ഫ്ലോക്കുകളായിട്ട് മാറും. എയ്റോബിക് മൈക്രോബുകൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഫ്ലോക്സ് ആയിട്ട് മാറും. അപ്പോൾ എന്താ ഈ ഫ്ലോക്സ്? അത് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഫ്ലോക്ക് എന്ന് നോക്കി. masses of bacteria associated with the fungal filaments to form mesh-like structures. അതായത് ബാക്ടീരിയയുടെ കൂട്ടം ആരുമായിട്ട് ചേർന്നാണ്? ഫംഗസിന്റെ ഫിലമെന്റുമായിട്ട് ചേർന്ന് എന്താ പറയുക, ഒരു മെഷ് പോലെ, ഒരു വല പോലെ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്ലോക്കുകൾ എന്ന് പറയാം. അപ്പോൾ ഈ എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് വിഗ്രസ് ആയിട്ട് ധാരാളമായി അവിടെ ആ വെള്ളത്തിനുള്ളിൽ വളരുകയും അവർ ഫ്ലോക്കുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫ്ലോക്ക് എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്സ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ ഒരു ഫ്ലോക്കുകൾ എന്ന് വിളിക്കുക. While growing, these microbes consume the major part of the organic matter in the effluent. അതായത് ഈ പറയുന്ന എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് വളരുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എഫ്ലുവൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്റർ അവർ ഭക്ഷിക്കുന്നുമുണ്ട്, അവർ കഴിക്കുന്നുമുണ്ട്. അതായത് എയ്റോബിക് മൈക്രോ ഓർഗാനിസംസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. കൂടുന്നതിനോടൊപ്പം തന്നെ എയർ കിട്ടും, എയറിനോടൊപ്പം അവർക്ക് ഫുഡും കിട്ടും. ഫുഡ് എവിടെയുണ്ട്? ആ ഒരു സീവേജിനകത്ത് ഫുഡ് ഇല്ലയോ? ഓർഗാനിക് മാറ്റർ ഇല്ലയോ? അപ്പോൾ അവർ എന്താണ്? ആ ഫുഡും കഴിച്ച് എയറും യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്യും? അവരുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. അതവിടെ പറയണേ. While growing, these microbes consume the major part of the organic matter in the effluent. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ആ വെള്ളത്തിലെ വേസ്റ്റ് അല്ലയോ? അവരെന്ത് ചെയ്യുക? ഈ പറയുന്ന എയ്റോബിക് മൈക്രോബ് ഈ വേസ്റ്റ് തന്നെ അല്ലയോ തിന്ന് തീർത്തോണ്ടിരിക്കുന്നേ? അതവിടെ ഉദ്ദേശിക്കുന്നത്. This significantly reduces the BOD of the effluent. അപ്പോൾ അത് പോകെ ആ ഒരു വെള്ളത്തിൻ്റെ BODയുടെ ലെവൽ കുറയ്ക്കുന്നു.
അപ്പോൾ എന്താ ഈ BOD? അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് BOD എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ BOD? BODയുടെ ഫുൾ ഫോം നോക്കിയേ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ എന്താ ഫുൾ ഫോം? BODയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ BODയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? അത് നോക്കാം. BOD refers to the amount of oxygen that would be consumed if all the organic matter in 1 liter of water were oxidized by bacteria. ആ ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നില്ല അല്ലേ? അപ്പോൾ എന്താ BOD? നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ കയ്യിൽ 1 ലിറ്റർ സീവേജ് വാട്ടർ ഉണ്ട്. എന്താ ഉള്ളത്? 1 ലിറ്റർ സീവേജ് വാട്ടർ. മക്കളെ, 1 ലിറ്റർ സീവേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തോ മലിനജലമാണ് അല്ലേ? എൻ്റെ കയ്യിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയുണ്ട്. ആ 1 ലിറ്റർ കുപ്പിക്കകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണ്? വേസ്റ്റ് വാട്ടർ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം ഈ വേസ്റ്റ് വാട്ടറിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? ഓർഗാനിക് മാറ്റർ അഥവാ വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് തിന്നാനായിട്ട് അതിനകത്ത് എനിക്ക് മൈക്രോബിനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിനകത്ത് എന്തും കാണും, മൈക്രോ ഓർഗാനിസംസും കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന BOD പഠിക്കാനല്ലയോ ഞാനിത് എക്സാമ്പിളായിട്ട് പറഞ്ഞേ. അപ്പോൾ BODയുടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ നമുക്ക് പഠിക്കുകയും വേണം. ഞാൻ പറയുന്ന എക്സ്പെരിമെൻറ്റ് വെച്ച് ഞാൻ പറയുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 1 ലിറ്റർ വേസ്റ്റ് വാട്ടർ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാം. അപ്പോൾ ആ 1 ലിറ്റർ വേസ്റ്റ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ കഴിക്കാൻ, ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലങ്ങ് വിചാരിക്കാതെ വേസ്റ്റാണ്. ഓർഗാനിക് മാറ്റർ എന്താ? വേസ്റ്റ്. 1 ലിറ്റർ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ 1 ലിറ്റർ സീവേജ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ കഴിക്കാൻ നമ്മുടെ മൈക്രോബിന് എന്തോ വേണം? ഓക്സിജൻ വേണ്ടായോ? എയറോബിക് മൈക്രോബ്, അവർക്ക് എന്തോ വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ എടുത്തെങ്കിലല്ലേ അവർക്ക് ഈ ഫുഡ് തിന്നാൻ പറ്റൂ. നമ്മളും ഓക്സിജൻ എടുത്തോണ്ടല്ലയോ നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഈ മൈക്രോബിന്, എയറോബിക് മൈക്രോബിന് ഈ 1 ലിറ്റർ വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെ തിന്നാൻ വേണ്ടിയിട്ട് എന്തോ വേണം? എയർ വേണം. അപ്പോൾ എയറിനോടൊരു ഡിമാൻഡ് അല്ലയോ അവർക്കുള്ളത്, ഒരു ആവശ്യമില്ലയോ അവിടെ ഉള്ളത്. അപ്പോൾ മക്കളെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. BOD എന്ന് പറഞ്ഞാൽ എന്താ? 1 ലിറ്റർ വേസ്റ്റ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ മൈക്രോബിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മലയാളം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ഇംഗ്ലീഷിൽ കൊണ്ടുവരാം. അപ്പോൾ എന്താ BODയുടെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ നോക്കി. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ്, എന്തിൻ്റെ എമൗണ്ട്? എന്താ ഇവിടെ? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലേ? ഓക്സിജൻ്റെ അളവ്. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. ആർക്ക് ആവശ്യം? മൈക്രോബിന് ആവശ്യം. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദ മൈക്രോബ്. മൈക്രോബിന് ആവശ്യമുണ്ട്. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദ മൈക്രോബ്. എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം ടു കൺസ്യൂം ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സീവേജ് അല്ലേ? 1 ലിറ്റർ സീവേജ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെ കഴിക്കാൻ, ഓർഗാനിക് മാറ്ററിനെ കഴിക്കാൻ ആ ഒരു മൈക്രോബിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവ്. ഇതിനെയാണ് BOD എന്ന് പറയാം. ഓക്കെ, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കുക. BOD റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. അത് തന്നെയല്ലേ പറഞ്ഞേ, ഓക്സിജൻ്റെ അളവ്. ദാറ്റ് വുഡ് ബി കൺസ്യൂംഡ് ഇഫ് all the organic matter in 1 liter of water were oxidized by the bacteria. ഈ ഒരു ഡെഫിനിഷൻ തന്നെയാണ് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞത്. 1 ലിറ്റർ വേസ്റ്റ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ കഴിക്കാനായിട്ട് ആ ഒരു ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മൈക്രോബിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. The sewage water is treated till the BOD is reduced. അപ്പോൾ മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വേസ്റ്റ് വാട്ടർ, ഒരു സീവേജ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം വേസ്റ്റ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വേസ്റ്റ് കൂടുതലാണെങ്കിൽ, ഫുഡ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൂടുതൽ ഫുഡാണെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ്റെ അളവ് കൂടുതൽ വേണോ കുറച്ച് വേണോ? കൂടുതൽ ഫുഡുണ്ട്, വേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ആ ഒരു ഫുഡിനെ കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുതൽ വേണോ കുറവ് വേണോ? കൂടുതൽ വേണ്ടേ? അപ്പോൾ വേസ്റ്റ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ BODയുടെ അളവ് കൂടുതലാണ്. ഓക്കെ, അതായത് ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ BODയുടെ അളവ് കൂടുതലാണ്. ഇനി പോകെ 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 ആ ഒരു വെള്ളത്തിനകത്തിരിക്കുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ നമ്മുടെ മൈക്രോബ്സ് കഴിച്ചു. പോകെ 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 വേസ്റ്റിന് അളവ് കുറഞ്ഞു.
അപ്പോൾ ഓക്സിജനുള്ള ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഓക്സിജനുള്ള ഡിമാൻഡും എന്തോ ചെയ്യും, കുറയത്തില്ലയോ? അപ്പോൾ എങ്ങനെ പറയും? ഓർഗാനിക് മാറ്റർ കുറയുമ്പോൾ BODയും കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ഒരു പ്രോസസ്സ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ആ ഒരു സമയത്ത് BODയുടെ അളവ് എങ്ങനെയാ? വേസ്റ്റ് കൂടുതലാ. അപ്പോൾ BODയുടെ അളവ് എങ്ങനെയാ? കൂടുതലാ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വന്നു, അവിടെ എയ്റോബിക് മൈക്രോബ്സ് ഉണ്ടായിരുന്നു, അവന്മാർ ഈ ഫുഡെല്ലാം കഴിച്ചു തുടങ്ങി. അപ്പോൾ കഴിച്ച് തുടങ്ങുന്ന സമയത്ത് BOD കൂടുതലായിരിക്കും, പൊല്യൂഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് BOD കൂടുതലായിരിക്കും. എന്നാൽ അവർ കഴിച്ച് തുടങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പുക ഫുഡ് തീർന്നു, ദാറ്റ് ഈസ് വേസ്റ്റ് തീർന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ BOD എങ്ങനെയാ? കുറവായിരിക്കത്തില്ലയോ? BOD കുറയും അല്ലേ? അതാ ഈ ഒരു ലൈനിൽ പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കി, ദ സീവേജ് വാട്ടർ ഈസ് ട്രീറ്റഡ് ടിൽ ദ BOD ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു സീവേജ് വാട്ടർ നമ്മൾ എത്ര നേരം വരെ നമ്മളിങ്ങനെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വിധേയമാക്കിക്കൊണ്ടേയിരിക്കും? BODയുടെ അളവ് കുറയുന്നിടം വരെ. അപ്പോൾ അടുത്ത ലൈൻ നോക്കി, the BOD test measures the rate of uptake of oxygen by microorganisms in a sample of water, and thus indirectly BOD is a measure of the organic matter present in the water. Greater the BOD of wastewater, more is its polluting potential. അതായത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, BOD എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ വാട്ടറിൻ്റെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റും. BOD കൂടുതലാണെങ്കിൽ ഉറപ്പിച്ചോ ആ ഒരു വാട്ടർ പൊല്യൂട്ടഡ് ആണ്, ഹൈലി പൊല്യൂട്ടഡ് ആണ്. BOD കുറവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ ഒരു വാട്ടറിന് പൊല്യൂട്ടിംഗ് കപ്പാസിറ്റി, പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കുറവാണ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ, അതായത് ആ ഒരു പെർട്ടിക്കുലർ വേസ്റ്റ് വാട്ടറിന്റെ BOD കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മോർ ഈസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ, ആ ഒരു വാട്ടറിന് പൊല്യൂഷൻ കൂടുതലാണ്. BOD കൂടുതലാണെങ്കിൽ പൊല്യൂഷൻ കൂടുതൽ, BOD കുറവാണെങ്കിൽ പൊല്യൂഷൻ കുറവ്. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. നമ്മൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുന്നു. BOD കൂടുതലാണെങ്കിൽ പൊല്യൂഷൻ കൂടുതൽ, BOD കുറവാണെങ്കിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കുറവ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയിൽ ഓർത്തു വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ടാങ്കിൻ്റെ പേരെന്തുമായിരുന്നു? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അല്ലേ? ആ ടാങ്കിൻ്റെ പേരെന്താ? എയറേഷൻ ടാങ്ക് അല്ലേ? ഇവിടെയല്ലേ എയർ കൊടുക്കുന്നതും എയ്റോബിക് മൈക്രോബ്സ് വളരെയൊക്കെ ചെയ്ത്. അപ്പോൾ ടാങ്കിൻ്റെ പേരെന്ന് ഓർത്ത് വെച്ചിരിക്കാം, എയറേഷൻ ടാങ്ക്. ഇനി അടുത്ത നോക്കാം. അടുത്ത നോക്കുന്നതിന് മുമ്പ് നോക്കിയാൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ഡയഗ്രം തന്നെയാണ് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി. Once the BOD of sewage or wastewater is reduced significantly, the effluent is then passed into a settling tank where the bacterial flocks are allowed to sediment. ഇപ്പോൾ നമുക്കറിയാം സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടാങ്കിൻ്റെ പേര് എയറേഷൻ ടാങ്ക്. എയറേഷൻ ടാങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ BOD ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. പോകെ BODയുടെ അളവ് കുറഞ്ഞു. ഓക്കെ, BODയുടെ അളവ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടറിനെ എങ്ങോട്ടേക്ക് മാറ്റും എന്നറിയോ? എയറേഷൻ ടാങ്കിലെ ആ ഒരു വേസ്റ്റ് വാട്ടറിനെ വേറെ ഒരു ടാങ്കിലേക്ക് മാറ്റുന്നു. ആ ടാങ്കിൻ്റെ പേരാണ് സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയാം. സെറ്റിലിംഗ് പേരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യം മനസ്സിലാവും. സെറ്റിൽ ചെയ്യുക, അടിയുക എന്നൊരു അർത്ഥമുണ്ട് അല്ലേ? അപ്പോൾ ഈ സെറ്റിലിംഗ് ടാങ്കിലേക്ക് ഈ വെള്ളത്തെ മാറ്റി. കുറച്ച് മണിക്കൂർ നേരത്തേന് ഈ സെറ്റിലിംഗ് ടാങ്കിൽ ഈ വെള്ളത്തെ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൽ വെള്ളം ഇങ്ങനെ കുറേ കാലം അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ കെട്ടി നിർത്തുന്നു. അപ്പോൾ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ സെറ്റിലിംഗ് ടാങ്കിൽ എന്തായിരിക്കും വന്ന് അടിയുന്നത്? നമ്മൾ നേരത്തെ എയറേഷൻ ടാങ്കിൽ എയ്റോബിക് മൈക്രോബുകൾ ഫ്ലോക്കുകൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൽ എന്താ അടിയുന്നതെന്ന് അറിയാമോ? ഫ്ലോക്കുകളാണ് അടിയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ലൈനിൽ പറയണത്. Once the BOD of sewage or waste water is reduced, ഒരിക്കൽ ഈ BOD അല്ലെങ്കിൽ സീവേജ് വാട്ടറിൻ്റെ BOD കുറയുമ്പോൾ എന്താ ചെയ്യുക? ഈ എഫ്ലുവൻറ്റിനെ എയറേഷൻ ടാങ്കിൽ നിന്നും സെറ്റിലിംഗ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. The effluent is then passed into a settling tank. സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റി. Where the bacterial flocks are allowed to sediment. ആ സെറ്റിലിംഗ് ടാങ്കിൽ വെച്ചിട്ടാണ് ബാക്ടീരിയ ഫ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ സെഡിമെൻറ്റ് ചെയ്യാൻ അനുവദിക്കുന്നത്, അടിഞ്ഞുകൂടാൻ അനുവദിക്കുന്നത്. This sediment is called ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഇപ്പോൾ അടിഞ്ഞുകൂടിയ ബാക്ടീരിയൽ ഫ്ലോക്ക് ഇല്ലേ, ആ സെഡിമെൻ്റ് ഇല്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കുന്നു. A small part of the activated sludge is pumped back to the aeration tank to serve as an inoculum.
അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടല്ലോ, അതായത് ഫ്ലോക്ക് വന്ന് അടിഞ്ഞുകൂടിയതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയറേഷൻ ടാങ്കിലേക്ക് മാറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇനോക്കുലമായിട്ട് ആക്ട് ചെയ്യാം. ഇനോക്കുലം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം, മൈക്രോബ്സിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയുക അല്ലേ. അപ്പോൾ ഒരു ഇനോക്കുലമായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ തിരിച്ച് എങ്ങോട്ടേക്ക്, കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് നമ്മൾ തിരിച്ച് എങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, എയറേഷൻ ടാങ്കിലേക്ക്. നിങ്ങളൊരു കാര്യം ഓർക്കണം, സീവേജ് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം സെക്കൻഡറിയിൽ എയറേഷൻ ടാങ്ക്, പിന്നെ അത് അടുത്ത സെറ്റിലിംഗ് ടാങ്ക്, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സീവേജ് വാട്ടർ അല്ലേ സിറ്റീസിലും ടൗൺസിലൊക്കെ ഉള്ളേ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കണം. അതിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജിൻ്റെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് പോർഷൻ എയറേഷൻ ടാങ്കിലോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. The remaining major part of the sludge is pumped into large tanks called anaerobic sludge digester. ഇനി എന്താ പറഞ്ഞേ, ബാക്കി വന്ന ആ ഒരു നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടാവില്ലേ, അതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്, ഒരു വലിയ ടാങ്കിലേക്കാണ് മാറ്റുന്നത്. ആ ടാങ്കിൻ്റെ പേരാണ് അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ടാങ്കിൻ്റെ പേരെന്താ? അപ്പോൾ മൂന്നാമത്തെ ടാങ്കാണ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലെ മൂന്നാമത്തെ ടാങ്കാണ് അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. ആദ്യത്തെ ടാങ്ക് ഏതാ? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലെ ആദ്യത്തെ ടാങ്ക് എയറേഷൻ ടാങ്ക്. രണ്ടാമത്തെ ടാങ്ക് എന്ന് പറയുന്നത് സെറ്റിലിംഗ് ടാങ്ക്. മൂന്നാമത്തെ ടാങ്കാണ് അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ഇപ്പോൾ ഈ ഒരു സ്ലഡ്ജ് എത്തിയിട്ടുണ്ട്, മേജർ പോർഷൻ ഓഫ് സ്ലഡ്ജും എത്തിയിട്ടുണ്ട്. ഹിയർ അതർ കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ വിച്ച് ഗ്രോ അനീറോബിക്കലി ഡൈജസ്റ്റ് ദ ബാക്ടീരിയ ആൻഡ് ദ ഫംഗി ഇൻ ദ സ്ലഡ്ജ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്നല്ലേ ആ ടാങ്കിൻ്റെ പേര്, അനീറോബിക്. ആ പേരിൽ തന്നെ ഉണ്ട്, അവിടെ എന്തില്ല, എയർ ഇല്ല. അപ്പോൾ ഇവിടെ ആരായിരിക്കും ആക്റ്റീവ് ആകുന്നത്? അനീറോബ്സ് ആയിരിക്കും ആക്റ്റീവ് ആകുന്നത് അല്ലേ. അനീറോബിക് ആയിട്ടുള്ള മൈക്രോബ്സ് ആക്റ്റീവ് ആകും. അനീറോബ്സ് ആയിട്ടുള്ള മൈക്രോബുകൾ ആക്റ്റീവ് ആവുകയും അവ ആ ഒരു സ്ലഡ്ജിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെയും ഫംഗസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന ടാങ്കിന് പേര് വന്നത്. അനീറോബിക് ബാക്ടീരിയാസ് ആണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. അവർ ആ സ്ലഡ്ജിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ എന്ത് ചെയ്യാണ്, ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദിസ് ഡൈജഷൻ ബാക്ടീരിയ പ്രൊഡ്യൂസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഈ ഒരു ഡൈജഷൻ നടക്കുന്ന സമയത്ത് ബാക്ടീരിയകൾ എന്താണ്, ധാരാളം ഗ്യാസസിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസുകളാണ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ഒരു അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ഈ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസുകൾ ഉണ്ടാവുന്നു. ദീസ് ഗ്യാസസ് ഫോം ബയോഗ്യാസ്. ഈ ഗ്യാസുകളാണ് പിന്നീട് ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മീഥേൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, മീഥേൻ എന്ന് പറഞ്ഞാൽ ബയോഗ്യാസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമ്പണൻ്റ് ആണ്. ബയോഗ്യാസ് ഫോം ചെയ്തു അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിനുള്ളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അനീറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തിനെ കളക്ട് ചെയ്യാൻ പറ്റും, ബയോഗ്യാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ അല്ലേ. നമുക്കൊരു എനർജി സോഴ്സ് ആയിട്ട് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ബയോഗ്യാസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് എന്തിനാ, സീവേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആക്ച്വലി എന്തിനാ, ബയോഗ്യാസ് ഉണ്ടാക്കാനാണോ? അല്ല. സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് അല്ലേ. പൊല്യൂട്ടഡ് വാട്ടറെ ഏകദേശം ഒരു ലെസ് പൊല്യൂട്ടിങ് കണ്ടീഷനിൽ കൊണ്ടുവരിക, എന്നിട്ട് ഏതെങ്കിലും അക്വാട്ടിക് വാട്ടർ ബോഡീസിലേക്ക് അല്ലെങ്കിൽ അക്വാട്ടിക് ബോഡീസിലേക്ക് അതിനെ ഒഴുക്കി വിടുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൂടെ കിട്ടുകയാണ്, ഒരു ലാഭവും കൂടെ കിട്ടുകയാണ് അല്ലേ. ബയോഗ്യാസ് കിട്ടി, നമുക്കൊരു എനർജി സോഴ്സ് കിട്ടുകയാണ് അവിടെ. അപ്പോൾ എനർജി സോഴ്സായ ബയോഗ്യാസ് കിട്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കി, ഇപ്പോഴത്തേന് ഏകദേശമൊക്കെ ആ ഒരു വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സീവേജിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറെക്കുറെ പൊല്യൂഷൻ എല്ലാം എന്ത് ചെയ്തു, ആ മൈക്രോബ്സ് തന്നെ തിന്ന് നിർത്തിയിട്ടുണ്ട്. എല്ലാം ഒരുവിധം ഒഴിവായി. The effluent from the secondary treatment plant is generally released into natural water bodies like rivers and streams. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ വെള്ളത്തെ, ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അവസാനത്തെ ആ ഒരു ടാങ്കിലുള്ള ഈ ഒരു വെള്ളത്തെ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും നാച്ചുറൽ അക്വാട്ടിക് ബോഡീസിലേക്ക് നമുക്ക് ഒഴുക്കി വിടാം. പ്രശ്നമില്ല. കാരണം അവർ പൊല്യൂഷൻ എല്ലാം നമ്മൾ കളഞ്ഞു, മൈക്രോബ്സിനെ തന്നെ ഉപയോഗിച്ച് നമ്മളത് കളഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഇല്ല മക്കളെ. ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത്, ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ സഹായിച്ചേ, മൈക്രോ ഓർഗാനിസംസ് അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10.7 എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിൽ സീവേജ് പ്ലാന്റിൻ്റെ ഏരിയൽ വ്യൂ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള ഡയഗ്രാം തന്നെയാണ്. ഇനി ബാക്കി നോക്കി, യു ക്യാൻ അപ്രീഷിയേറ്റ് how microbes play a major role in treating millions of gallons of wastewater
എവറി ഡേ അക്രോസ് ദി ഗ്ലോബ്. അപ്പോൾ ധാരാളം വേസ്റ്റ് വാട്ടറിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ പറയുന്ന മൈക്രോബ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഈ ഒരു വേൾഡ് വൈഡ് ലോകമെമ്പാടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This methodology has been practiced for more than a century now in almost all parts of the world. അല്ലേ, നമ്മുടെ ലോകമെമ്പാടും മിക്ക ഭാഗങ്ങളിലും ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Till date, no man-made technology has been able to revive the microbial treatment of sewage. ഇതുവരേക്കും എന്ത് ചെയ്തിട്ടില്ല, ഈ മൈക്രോബിയൽ ട്രീറ്റ്മെൻറ്റിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള വേറെ ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വേറെ എന്തെങ്കിലും മനുഷ്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ ഇതുവരേക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. You are aware that due to increasing urbanization, sewage is being produced in much larger quantities than ever before. ഇപ്പോൾ അർബനൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക, ധാരാളം വേസ്റ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ, സീവേജിൻ്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. However, the number of sewage treatment plants has not increased enough to treat such large quantities. അപ്പോൾ സീവേജിൻ്റെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ അളവ് എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അത് ഓർത്തു വച്ചിരിക്കുക. So the untreated sewage is often discharged directly into rivers, leading to their pollution and increase in waterborne diseases. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ പറഞ്ഞ അർബനൈസേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് സീവേജിൻ്റെ അളവ് കൂടുന്നു, പൊല്യൂഷൻ്റെ അളവ് കൂടുന്നു, ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അളവ് മാത്രം എന്ത് ചെയ്യുന്നില്ല, അവിടെ കൂടുന്നില്ല അല്ലേ. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ഈ ഒരു സീവേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്വാട്ടിക് ബോഡീസിലേക്ക് ഡയറക്റ്റ്ലി അങ്ങ് പുറന്തള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ വാട്ടർ ബോഡീസ് എന്ത് ചെയ്യുക, നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക മാത്രമാണോ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ധാരാളം വാട്ടർ ബോൺ ഡിസീസസ്, ജലജന്യ രോഗങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഈ പറയുന്ന വാട്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. The Ministry of Environment and Forest has initiated Ganga Action Plan and Yamuna Action Plan to save these major rivers of our country from pollution. അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രാലയം ഈ ഒരു പ്രധാനപ്പെട്ട നദികളായ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായ ഗംഗയെയും യമുനയെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയുടെ പേരാണ് ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും. Under these plans, it is proposed to build a large number of sewage treatment plants so that only treated sewage may be discharged in the rivers. അപ്പോൾ ഇത് ഈ ഒരു പ്ലാനിന് പ്രകാരം, നമ്മൾ ഈ ഒരു പദ്ധതി പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ധാരാളം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വരികയും അല്ലെങ്കിൽ ഉണ്ടാക്കണം. ആ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ ഈ സീവേജിനെ നമ്മൾ ലെസ് പൊല്യൂട്ടിംഗ് ആക്കി മാറ്റണം. ഈ ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള വാട്ടറിനെ മാത്രമേ ഗംഗയിലേക്കും യമുനയിലേക്കും എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒഴുകി വിടാൻ പാടുള്ളൂ. അല്ലാതെ ഡയറക്റ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ 2 നദികളിലേക്കും ഒഴുക്കാൻ പാടില്ല. ഇതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. A visit to a sewage treatment plant suited to any place near you would be a very interesting and educating experience. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനടുത്തോ ഒക്കെ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും നിങ്ങൾക്ക് അവിടെ നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തിനെ കുറിച്ചിട്ടാണ്, മൈക്രോബ്സ് എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മൈക്രോബ്സിൻ്റെ ഉപയോഗങ്ങൾ പല ഫീൽഡിലും ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ. ഹൗസ് ഹോൾഡിലെ കേസിൽ പഠിച്ചു, ഇൻഡസ്ട്രിയൽ കേസിൽ പഠിച്ചു, കെമിക്കൽസ്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, എൻസൈംസ് ഉണ്ടാക്കുന്ന കേസിൽ നമ്മൾ പഠിച്ചു, പിന്നെ ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു. അടുത്തയാണ് മൈക്രോബ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. Biogas is a mixture of gases containing predominantly methane produced by the microbial activity and which may be used as a fuel. അപ്പോൾ ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താ, ഒരുപാട് ഗ്യാസുകളുടെ ഒരു കൂട്ടമാണ്, ഒരു മിക്സ്ചറാണെന്ന് വേണമെങ്കിൽ പറയാം, മിശ്രിതമാണ്. ഒരുപാട് ഗ്യാസുകൾ ചേർന്ന് വരുന്ന ഒരു മിശ്രിതമാണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോഗ്യാസിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മീത്തേൻ ആണ്. അപ്പോൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ആരാണ്, മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മൈക്രോബ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ബയോഗ്യാസിന് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഫ്യുവലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൈക്രോബിയൽ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് ബയോഗ്യാസ് ഫോം ചെയ്യുന്നത്. You have learned that
microbes produce different types of gaseous end products during growth and metabolism. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരും അവർ ചെയ്ത ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ ഫെർമെൻറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഈസ്റ്റ്, അപ്പോൾ അവർ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവർ ചില ഗ്യാസുകൾ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ല, അത് തന്നെ എവിടെയും പറയുന്നത്. The type of the gas produced depends upon the microbes and the organic substrates they utilize. അതായത് ഏത് ടൈപ്പ് ഗ്യാസ് ആണ് ഒരു മൈക്രോബ് റിലീസ് ചെയ്യുന്നത്, അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൈക്രോബ്. അത് മൈക്രോബിനെ ഡിപ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ആ മൈക്രോബ് യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്ട്രേറ്റ് ഏതാണ് അതിനെയും ബേസ് ചെയ്തിരിക്കും. ക്ലിയർ ആണോ നോക്കി? ദ ടൈപ്പ് ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൈക്രോബ്സ് ആൻഡ് ദ ഓർഗാനിക് സബ്സ്ട്രേറ്റ് ദേ യൂട്ടിലൈസ്. അതായത് ഏത് ഗ്യാസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നത് ആ മൈക്രോബിനെയും ആ മൈക്രോബ് യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്ട്രേറ്റിനെയും ബേസ് ചെയ്തിരിക്കുന്നു. In the example cited in relation to fermentation of dough, cheese making and the production of beverages, the main gas produced was carbon dioxide. അതായത് നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിളുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാവ് പുളിപ്പിക്കുമ്പോഴാകട്ടെ, ചീസ് ഉണ്ടാകുമ്പോഴാകട്ടെ, അതല്ലെങ്കിൽ എത്തനോൾ ഉണ്ടാകുമ്പോൾ, എത്തനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിവറേജസ് ഫോം ചെയ്യുമ്പോഴാകട്ടെ, അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാ ഫോം ചെയ്യണേ? കാർബൺ ഡയോക്സൈഡ് ആണ്. However, certain bacteria which grow anaerobically on cellulosic material produce large amount of methane along with the carbon dioxide and hydrogen. അതായത് ചില ബാക്ടീരിയകൾ, എസ്പെഷ്യലി അനേറോബിക് ബാക്ടീരിയ, സെല്ലുലോസിക് മെറ്റീരിയലുകളിൽ വാഴുന്ന അനേറോബിക് ബാക്ടീരിയകൾ ഉണ്ടാകും. അവ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മീഥേൻ ഗ്യാസിനെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ചില അനേറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. അവ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ എന്തിനേയും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്? മീഥേനെയും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ, മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടല്ലോ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഥനോജൻസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ നമ്മൾ ടോട്ടലി വിളിക്കുന്ന കോമൺലി ദേ ആർ കോൾഡ് ആസ് മെഥനോജൻസ്. അവരെന്താ വിളിക്കുന്നത്? മെഥനോജൻസ് എന്ന് വിളിക്കുന്നു. വൺ സച്ച് കോമൺ ബാക്ടീരിയം ഇസ് മെത്തനോബാക്ടീരിയം. അപ്പോൾ ഈ മെത്തനോജൻസിൻ്റെ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ആ മെത്തനോജൻസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു ബാക്ടീരിയമാണ് ഏതെന്ന് പറയാം? മെത്തനോബാക്ടീരിയം എന്ന് പറയുന്നത്. These bacteria are commonly found in the anaerobic sludge during the sewage treatment. നമ്മൾ നേരത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചു. സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ പഠിച്ചതല്ലേ? അപ്പോൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന ടാങ്കിനകത്ത് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആരാ? ഈ പറയുന്ന മെത്തനോബാക്ടീരിയംസ് ആണ്. These bacteria are also present in the rumen. This is a part of stomach of cattle. അപ്പോൾ ഇവരെ എവിടെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞാൽ ഈ പറഞ്ഞ അനേറോബിക് ആയിട്ടുള്ള മെത്തനോജൻസിനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഒന്ന്, നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റിലെ അനേറോബിക് സ്ലഡ്ജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്ലഡ്ജ് ഡൈജസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെ എവിടെയാണെന്നറിയാമോ? കാറ്റിലിൻ്റെ റൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഒരു അറയുടെ പേരാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ പേരാണ് കേട്ടോ, റൂമൻ ഓഫ് കാറ്റിൽ. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഇവരെ കാണുന്നത്? അനീറോബിക് സ്ലഡ്ജിലും കാണാം മെഥനോബാക്ടീരിയത്തിനെ, കാറ്റിലിൻ്റെ റൂമനിലും കാണാനായിട്ട് സാധിക്കും. A lot of cellulosic material present in the food of cattle is also present in the rumen. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കാറ്റിൽ, കന്നുകാലികൾ കഴിക്കുന്നത് എന്താണ്? സെല്ലോസിക് മെറ്റീരിയൽ ആണ് അല്ലേ, പ്ലാന്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ സെല്ലോസ് അടങ്ങിയിരിക്കുന്ന ഈ മെറ്റീരിയൽ അവരുടെ എവിടെ എത്തിച്ചേരുന്നു? അവരുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ റൂമനിൽ എത്തിച്ചേരും. റൂമനിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു സെല്ലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള മെത്തനോജൻസ് അഥവാ മെത്തനോബാക്ടീരിയംസ് അവിടെ കാണും. ഇൻ റൂമൻ ദീസ് ബാക്ടീരിയ ഹെൽപ്പ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസ്. റൂമനിലുള്ള ബാക്ടീരിയകൾ എന്താ ചെയ്യുക? അവിടെ എത്തുന്ന ആ സെല്ലോസിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആൻഡ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ന്യൂട്രീഷൻ ഓഫ് കാറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കാറ്റിലിൻ്റെ, കന്നുകാലികളുടെ കേസിൽ അവർ കൃത്യമായ രീതിയിൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഈ മെത്തനോജൻസ് സഹായിക്കുന്നു. Do you think we human beings are able to digest the cellulose present in our food? അപ്പോൾ നമുക്ക് പറ്റുമോ ഇതുപോലെ? പറ്റില്ല. കാരണം നമ്മുടെ ബോഡിയിൽ അത് മെത്തനോജൻസ് ഉണ്ടോ? ഇല്ല. Thus, the excreta or the dung of cattle, commonly called gober, is rich in these bacteria. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം, കാറ്റിലിൻ്റെ എന്താണ് എക്സ്ക്രീറ്റ, നമ്മൾ ചാണകം എന്ന് പറയില്ലേ, ഡങ്,
അല്ലേ? അപ്പോൾ ആ ചാണകത്തിനുള്ളിൽ ധാരാളമായി കാണപ്പെടുന്നത് ഈ മെത്തനോബാക്ടീരിയംസ് ആണ്, അല്ലെങ്കിൽ മെത്തനോജൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ചാണകത്തെ തന്നെയാണ് ഗോബർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡങ് അഥവാ ചാണകത്തെ നമുക്ക് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. Dung can be used for the generation of biogas, hence it is called as gobar gas. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്? ഈ ചാണകത്തിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ദ ബയോഗ്യാസ് പ്ലാന്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ കോൺക്രീറ്റ് ടാങ്ക്. അതായത് ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി അതൊരു കോൺക്രീറ്റ് ടാങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ടാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 10 തൊട്ട് 15 അടി ആഴത്തിൽ താഴ്ചയുള്ള ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാകും. ഇൻ വിച്ച് ദ ബയോ വേസ്റ്റ് ആർ കളക്റ്റഡ്. അപ്പോൾ ഇതിനകത്താണ് ഈ ബയോ വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ട് ഇത് ഓർത്ത് വെച്ചിരിക്കുക, ജൈവ മാലിന്യങ്ങളായിരിക്കണം, ബയോ വേസ്റ്റുകളായിരിക്കണം ഈ പ്ലാന്റിനുള്ളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കേണ്ടത്, അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവന്നിടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ബയോ വേസ്റ്റുകളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 തൊട്ട് 15 അടി താഴ്ചയുള്ള ഒരു കോൺക്രീറ്റ് ടാങ്ക് ആദ്യം നിർമ്മിക്കുക. ആൻഡ് ദ സ്ലറി ഓഫ് ഡങ് ഇസ് ഫെഡ്. ഇതിനകത്തേക്ക് നമുക്ക് ജൈവ മാലിന്യങ്ങളോടൊപ്പം തന്നെ, ഇത് ബയോ വേസ്റ്റിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചാണകവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എ ഫ്ലോട്ടിംഗ് കവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ സ്ലറി. ഇതിന് മുകളിലായിട്ട് നമ്മളൊരു മൂടി, അല്ലേ, ഇതിന് മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് കവർ നമ്മൾ വെക്കണം. വിച്ച് കീപ്സ് ഓൺ റൈസിംഗ് ആസ് ദ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടാങ്ക് ഡ്യൂ ടു ദ മൈക്രോബിയൽ ആക്ടിവിറ്റി. ഇതിനുള്ളിലുള്ള മൈക്രോബ്സിന്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ ഫ്ലോട്ടിംഗ് കവർ പിന്നെ ഇത് മുകളിലേക്ക് ഉയരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. The biogas plant has an outlet. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകണം. വിച്ച് ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ്. ആ ഔട്ട്ലെറ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഈ ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ ഉണ്ടാകുന്ന ബയോഗ്യാസിനെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹൗസിലേക്കോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ബയോഗ്യാസ് എടുക്കണ്ടായോ, അതിന് വേണ്ടിയിട്ട് ഈ ഔട്ട്ലെറ്റ് ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ദ സ്പെൻഡ് സ്ലറി ഈസ് റിമൂവ്ഡ് ത്രൂ അനദർ ഔട്ട്ലെറ്റ്. അതായത് ഇതിനുള്ളിൽ, ഈ ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ മൈക്രോബ്സ് ആ മെറ്റീരിയൽ ബയോവേസ്റ്റിനെല്ലാം അവർ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടുന്ന വസ്തു ഉണ്ടാവില്ലേ, അത് നമ്മൾ സ്പെൻഡ് സ്ലറി എന്ന് പറയുക. ആ സ്പെൻഡ് സ്ലറി ഇതുപോലെ വേറെ ഒരു ഔട്ട്ലെറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം? അത് എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫെർട്ടിലൈസറായിട്ട്, വളമായിട്ട് യൂസ് ചെയ്യാം. കാറ്റിൽ ഡങ് ഈസ് അവൈലബിൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ചാണകമൊക്കെ ധാരാളമായിട്ട് ലഭിക്കാറുണ്ട്. വേർ കാറ്റിൽ ആർ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ്. അല്ലെ, അവിടെ ആ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമായിട്ട് കാറ്റിൽസ് ഉള്ളത് കൊണ്ട്, പല ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളമായി ചാണകം നമുക്ക് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടാറുണ്ട്. സോ ബയോഗ്യാസ് പ്ലാന്റ്സ് ആർ മോർ ഓഫൺ ബിൽറ്റ് ഇൻ റൂറൽ ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് എന്ത് നിർമ്മിക്കാനാകുമെന്നാണ് പറയുന്നത്? ഇതുപോലെയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കാനാകും. ദ ബയോഗ്യാസ് ദസ് പ്രൊഡ്യൂസ്ഡ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ലൈറ്റിംഗ്. നമുക്കറിയാം ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജി സോഴ്സ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോഗ്യാസ് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട്, ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ദ പിക്ചർ ഓഫ് എ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് ഷോൺ ഇൻ ഫിഗർ 10.8. ഈ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള ബയോഗ്യാസ് പ്ലാന്റിന്റെ ഫിഗർ ആണ്. The technology of biogas production was developed in India mainly due to the efforts of Indian Agricultural Research Institute IARI and Khadi and Village Industries Commission KVIC. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ബയോഗ്യാസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തത് ആരുടെയൊക്കെ എഫോർട്ട് കൊണ്ടാണ്? ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ IARIയുടെയും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനായ KVICയുടെയും കൂടി ഉള്ള ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ബയോഗ്യാസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെക്നോളജികളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തുള്ള വില്ലേജിനൊക്കെ അടുത്ത് ഇതുപോലത്തുള്ള ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ടൊന്ന് സന്ദർശിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബയോഗ്യാസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ബയോഗ്യാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അതിൽ പ്രിഡോമിനൻ്റലി കാണപ്പെടുന്നത് മീത്തേൻ ആണ്. അപ്പോൾ ബയോഗ്യാസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ടത് മെത്തനോബാക്ടീരിയം, മെത്തനോജൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഗോബർ ഗ്യാസ് എന്നൊരു കോൺസെപ്റ്റ്, അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ബയോഗ്യാസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചതാണ് ആരൊക്കെ? KVICയും അതോടൊപ്പം തന്നെ IARI. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനാണ് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. അപ്പോൾ മൈക്രോബുകളെ നമുക്ക് ബയോ കൺട്രോൾ ഏജൻറ്റുകളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം.
അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് എന്താണ് ബയോ കൺട്രോൾ. എന്താന്ന് നോക്കാം. ബയോ കൺട്രോൾ refers to the use of biological methods for controlling plant diseases and pests. അതായത് ഈ പറയുന്ന സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കുറേയധികം കീടങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തുരത്തണം, അല്ലെങ്കിൽ അവയെ നമുക്ക് കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബയോളജിക്കലായിട്ട് ജൈവികമായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ നമ്മൾ തേടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. In modern society, these problems have been tackled increasingly by the use of chemicals, by the use of insecticides and pesticides. പക്ഷേ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പെസ്റ്റുകളെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? കെമിക്കലുകളെയാണ്, രാസവസ്തുക്കളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കീടങ്ങളെയെല്ലാം തുരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസെക്ടിസൈഡുകൾ, പെസ്റ്റിസൈഡുകൾ ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് വിപണിയിൽ. അപ്പോൾ ഇതൊക്കെ മേടിച്ച് എന്താണ് ഈ പറയുന്ന ചെടികളിലെല്ലാം നമ്മൾ തളിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കീടങ്ങളെല്ലാം ഇല്ലാണ്ടാകുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തി ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാവുകയാണ്. ഹെൽത്ത് പ്രോബ്ലംസിനോടൊപ്പം തന്നെ പൊല്യൂഷനൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ നോക്കിയേ, ദീസ് കെമിക്കൽസ് ആർ ടോക്സിക്. നമ്മൾ ഈ വിപണിയിൽ നിന്നും വാങ്ങിച്ച് പ്ലാന്റ്സിന് നമ്മൾ തളിച്ചു കൊടുക്കുന്ന ഈ കെമിക്കൽസ് എല്ലാം എന്ത് തന്നെയാണ്? വിഷമാണ്, ടോക്സിക് ആണ്, ആൻഡ് എക്സ്ട്രീംലി ഹാംഫുൾ അല്ലേ. അത്രത്തോളം അതെന്താ? നമുക്ക് പ്രോബ്ലമാറ്റിക്കുമാണ്. ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് അലൈക്ക്, ആൻഡ് ഹാവ് ബീൻ പൊല്യൂട്ടിങ് അവർ എൻവയോൺമെന്റ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല എല്ലാവിധ ജീവജാലങ്ങൾക്കും ഈ പറയുന്ന കെമിക്കലുകൾ അത്രത്തോളം ഹാംഫുൾ ആണ്. അത് മാത്രമാണോ? ഇവ നമ്മുടെ എൻവയോൺമെൻറ്റ്, ചുറ്റുപാട്, പരിസ്ഥിതി അവ എന്ത് ചെയ്യുന്നുണ്ട്? അത് മലിനീകരിക്കപ്പെടാൻ കാരണമായി തീരുന്നുണ്ട്, പൊല്യൂട്ടിങ് ആക്കി മാറ്റുന്നു. ഓക്കെ, അതായത് സോയിൽ, ഗ്രൗണ്ട് വാട്ടർ അല്ലേ, ഇവയെല്ലാം എന്ത് ചെയ്യുക? നശിപ്പിക്കുകയാണ് ഇവർ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രോ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇവർ നശിപ്പിക്കുന്നുണ്ട്. അവർ സോയിൽ ഈസ് ഓൾസോ പൊല്യൂട്ടഡ് ത്രൂ അവർ യൂസ് ഓഫ് വീഡിസൈഡ്സ് ടു റിമൂവ് വീഡ്സ്. കളനാശിനികളൊക്കെ മേടിച്ച് നമ്മൾ ഈ കളകളെ നശിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതുവഴി നമ്മൾ സോയിൽ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മൈക്രോബ്സ് നമ്മളെ സഹായിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോണേ. നോക്കിയേ, in agriculture there is a method of controlling pests that relies on natural predation rather than introducing chemical. അതായത് നമ്മുടെ ഈ ഒരു കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? കെമിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതിന് പകരം പ്രകൃതിജന്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നു. അതായത് നാച്ചുറൽ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, a key belief of the organic farmer is that biodiversity furthers health. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ നല്ല ഒരു ജൈവ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ആരോഗ്യം തന്നെ ഉണ്ടാവുകയുള്ളൂ. അതായത് നമ്മളുടെ ചുറ്റുപാടും നമ്മൾ ആ രീതിയിൽ തന്നെ നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ മോർ വെറൈറ്റി എ ലാൻഡ്സ്കേപ്പ് ഹാസ്, ദ മോർ സസ്റ്റൈനബിൾ ഇറ്റ് ഈസ്. അതായത് ഈ ചുറ്റുപാടുമുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അത്രത്തോളം വെറൈറ്റി, ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സുസ്ഥിരമായിട്ട് അവിടെ ജീവിക്കാനായിട്ട് അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കൃത്യമായ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടെന്നല്ലേ അർത്ഥം. ഓക്കെ, the organic farmer therefore works to create a system where the insects that are sometimes called pests are not eradicated but instead are kept as manageable levels by the complex system of check and balances within a living and vibrant ecosystem. അപ്പോൾ ഒരു കർഷകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ കർഷകൻ എന്തായിരിക്കും ചെയ്യുക? ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫാം അദ്ദേഹം കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയുള്ള പെസ്റ്റുകളെ അദ്ദേഹം തുരത്താനായിരിക്കില്ല നോക്കുന്നത്. അവയുടെ എണ്ണം ഒരു പരിധിയിൽ കൂടുതൽ കൂടാതെ, അനിയന്ത്രിതമായി കൂടാതെ അവയുടെ എണ്ണം കൺട്രോളബിളി അവിടെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഫാം കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകാനേ അയാൾ നോക്കുകയുള്ളൂ. Contrary to the conventional farming practices, which often use chemical methods to kill both useful and harmful life forms indiscriminately, this is a holistic approach that seeks to develop an understanding of the webs of interaction between the myriad of organisms that constitute the field
ഫൗന ആൻഡ് ഫ്ലോറ. അതായത് നമ്മൾ ഈ പറയുന്ന പണ്ടുണ്ടായിരുന്ന ആ ഒരു ബയോളജിക്കൽ പ്രാക്ടീസ് എല്ലാം മാറ്റി ഇന്നത്തെ ഒരു കെമിക്കൽ പ്രാക്ടീസ് കൊണ്ടുവന്നപ്പോഴേക്കും എന്താ പറ്റിയേ, അത് നമ്മളെ സാരമായി ഓരോ ഓർഗാനിസത്തിനെയും സാരമായി ബാധിക്കാനായിട്ട് തുടങ്ങി. The organic farmer holds the view that eradication of the creatures that are often described as pests is not only possible but also undesirable, for without them the beneficial predatory and parasitic insects which depend upon them as food or host would not be able to survive. അതായത് ഈ സാധാരണഗതിയിൽ ഒരു ഓർഗാനിക് ഫാമർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫാമിലുള്ള പെസ്റ്റുകളെ മൊത്തം കൊല്ലുകയല്ല വേണ്ടുന്നത്. ആ ഒരു പെസ്റ്റിനെ നമ്മൾ ടോട്ടലി കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഒരു ഹോസ്റ്റ് ഉണ്ടാകും അല്ലേ, ആ ഒരു ഹോസ്റ്റ് തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ തന്നെ പോകെ ഇല്ലാണ്ടാകും. അത് ടോട്ടലി ആ ഒരു പെർട്ടിക്കുലർ ഏരിയയെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കും അല്ലേ. അപ്പം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. Okay, thus the use of biocontrol measures will greatly reduce our dependence on toxic chemicals and pesticides. അതുകൊണ്ട് തന്നെ ബയോകെമിക്കൽ ബയോകൺട്രോൾ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ല നമ്മൾ ഈ പറയുന്ന പോലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ മേടിച്ച് നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തിച്ചേരേണ്ടതായിട്ട് വരും. അത് ഹാംഫുൾ ആയിട്ട് നമ്മളത് ബാധിക്കും. അതായത് ഇൻസെക്ടിസൈഡുകളും പെസ്റ്റിസൈഡുകളും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോകെ അത് നമ്മളെ തന്നെ ബാധിക്കും, ആ ഒരു എക്കോസിസ്റ്റത്തിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബയോ കൺട്രോൾ മെത്തേഡ്സ് വേണം ഫേവർ ചെയ്യാനായിട്ട്. An important part of the biological farming approach is to become familiar with the various life forms that inhabit the field, the predators as well as the pests, and also their life cycle, patterns of feeding and the habitats that they prefer. അതായത് ഒരു പെർട്ടിക്കുലർ ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള പ്രെഡേറ്റർ ആരാണ്, അവിടുത്തെ പ്രേ ഇര ആരാണ്, ആ ഇരയെ പിടിക്കുന്ന ഇര പിടുത്തക്കാരൻ ആരാണ്, പിന്നെന്താ പറയുക, അവരുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അവരുടെ ജീവിതചക്രം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഫുഡ് പിടിക്കുന്നത്, അവർ ജീവിക്കുന്ന ഏത് ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ഒരു പ്രെഡേറ്ററിനെയും പ്രേയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. രണ്ടു പേർക്കും സാരമായി ബാധിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മൾ ചെയ്യുന്നില്ല, രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. എങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം മുമ്പോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ബയോ കൺട്രോളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാനായിട്ട് പോകുന്നത്. ദ വെരി ഫെമിലിയർ ബീറ്റിൽ വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് മാർക്കിംഗ്സ് കോൾഡ് ദ ലേഡി ബേർഡ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ യൂസ്ഫുൾ ടു ഗെറ്റ് റിഡ് ഓഫ് എഫിഡ്സ് ആൻഡ് മോസ്കിറ്റോസ് റെസ്പെക്റ്റീവ്ലി. അത് നിങ്ങൾ നോക്കി നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ഉണ്ട്, അതായത് റെഡ് ആൻഡ് ബ്ലാക്ക് മാർക്ക്. റെഡ് ബീറ്റിലാണ് അതിങ്ങനെ കൊച്ചു എന്താണ് കറുത്ത കുത്തുകളുള്ള ഒരു കുഞ്ഞു ബീറ്റിൽ ഉണ്ടാവും അല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലേഡി ബേർഡ്. അതോടെ തന്നെ വേറെ ഒരു ഇൻസെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, ഡ്രാഗൺ ഫ്ലൈ, നമ്മൾ തുമ്പി എന്ന് പറയില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെല്ലാം എഫിഡ്, മോസ്കിറ്റോ തുടങ്ങിയ ജീവികളെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഒന്ന് മറ്റൊന്നിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. An example of microbial biocontrol agent that can be introduced in order to control butterfly caterpillar is the bacteria Bacillus thuringiensis, often written as BT. അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൈക്രോബ്സിന് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബയോ കൺട്രോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാണ്. അതാണ് ഈ ബയോ കൺട്രോൾ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ മൈക്രോബ്സിനെ നമ്മളൊരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാക്ടീരിയ ആയ ബാസിലസ് തുറിഞ്ചിയൻസിനെയാണ് ഉപയോഗിക്കുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു മൈക്രോബാണ്. അതായത് ഒരു മൈക്രോബിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ജീവിവർഗത്തിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. മറ്റൊരു ജീവിവർഗം എന്ന് പറയുന്നത് ഇവിടെ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ ഇൻസെക്റ്റ് ആണ്. അപ്പോൾ അവയുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈക്രോബായിട്ടുള്ള ബാസിലസ് തുറിഞ്ചിയൻസിനെ ഉപയോഗിച്ചു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. These are available in sachets as dried spores which are mixed with water and sprayed onto vulnerable plants such as brassicas and fruit trees where these are eaten by the insect larvae. അതായത് ഈ പറയുന്ന ബാസിലസ് തുറിഞ്ചിയൻസിന്റെ സ്പോറുകൾ ഡ്രൈഡ് വെർഷനിൽ നമുക്ക് സാഷേ രൂപത്തിൽ വളരെ കുഞ്ഞു പാക്കറ്റ് രൂപത്തിൽ ലഭിക്കുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഈ സാഷേ രൂപത്തിൽ ലഭിക്കുന്ന ഈ സ്പോറുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരികയും അവ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ സ്പോറുകൾ ലയിപ്പിച്ച വെള്ളം
നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള ട്രീ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ അഫക്റ്റ് ചെയ്യുന്ന ചെടികൾ നമുക്കറിയാമല്ലോ. ആ ചെടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു വെള്ളത്തെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് തളിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റുക, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു ചെടിയിൽ മൊത്തവും എന്ത് പറ്റിയിട്ടുണ്ട്, ഈ ഒരു സ്പോറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ പറ്റുന്നതെന്ന് നോക്കിയേ. In the gut of the larvae, the toxin is released and the larvae get killed. അതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മൾ നേരത്തെ ഈ ഒരു ചെടിയിലേക്ക് ഇത് തളിച്ചു കൊടുത്തു. ഈ ചെടിയുടെ പ്രത്യേകത ഓൾറെഡി അറിയാം, ആ ചെടീനെ ആയിരിക്കും ആ ഒരു ബട്ടർഫ്ലൈ കാറ്റർപില്ലർ കഴിക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചെടിയിൽ ഇപ്പോൾ ഇലയോ എന്തെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലകളിൽ ഞാൻ നേരത്തെ എന്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ BT അല്ലേ, ബാസിലസ് തുറിഞ്ചൻസിനെ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ അത് ആരുടെ ബോഡിയിൽ കയറി, ലാർവയുടെ ബോഡിയിൽ കയറി. In the gut of the larvae, the toxin is released. ലാർവയുടെ ഗട്ടിൽ വെച്ചിട്ട് ഈ ടോക്സിൻ, അതായത് ഈ പറയുന്ന സ്പോറിനകത്ത് ടോക്സിൻ ഉണ്ടായിരുന്നു, ആ ടോക്സിൻ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുകയും ആ ലാർവയെ ചത്തുപോവുകയും ചെയ്യുന്നു. The bacterial disease will kill the caterpillars but leave other insects unharmed. അതായത് ഈ പറയുന്ന ബാക്ടീരിയ അല്ലെ ബാക്ടീരിയയുടെ സ്പോറുകൾ ആരെ മാത്രമേ കൊല്ലുന്നുള്ളൂ, ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ കൊല്ലുന്നുള്ളൂ, വേറെ ഒരു ഇൻസെക്ട്സിനെ അത് കൊല്ലുന്നില്ല അല്ലേ. ഓക്കെ, because of the development of methods of genetic engineering in the last decade or so, the scientists have introduced Bacillus thuringiensis toxin genes into plants. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സയന്റിഫിക് ഫീൽഡിൽ പുതിയതായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് വരുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താ പറ്റിയെന്നറിയോ, ബാസിലസ് തുറിഞ്ചിയൻസിൻ്റെ ഈ ഒരു ജീനില്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ കൊല്ലാൻ പറ്റും അല്ലേ, അവർക്ക് ടോക്സിൻ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ പ്ലാന്റിലേക്ക് ഡയറക്റ്റ് തന്നെ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു പ്ലാന്റിനെ എന്താണ് ഒരു BT പ്ലാന്റ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു. അതായത് ആ ഒരു ജീൻ ഇപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ പ്ലാന്റിന് തന്നെ ആ ഒരു പെർട്ടിക്കുലർ പെസ്റ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പെസ്റ്റ് റെസിസ്റ്റൻസ് ആ പ്ലാന്റിന് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡ് അത്രത്തോളം ഇന്നത്തെ കാലത്ത് വലുതായി. Such plants are resistant to attack the insect pest. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ, നമ്മളിപ്പോൾ ജീൻ വെച്ച് കൊടുത്ത പ്ലാന്റ് ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിളാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് BT cotton. BT cotton is one such example which is being cultivated in some states of our country. നമ്മുടെ കൺട്രിയിൽ തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ എന്താ, BT cotton. BTയുടെ ഫുൾ ഫോം ബാസിലസ് തുറിഞ്ചിയൻസിസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 12ാമത്തെ ചാപ്റ്ററിൽ ബയോടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബോട്ടണിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററുമാണ്. അടുത്ത് നോക്കി, എ ബയോളജിക്കൽ കൺട്രോൾ ബീങ് ഡെവലപ്ഡ് ഫോർ യൂസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ഡിസീസസ് ഈസ് ദ ഫംഗസ് ട്രൈക്കോഡെർമ. Trichoderma species, a free-living fungi that are very common in the root ecosystems. They are effective biocontrol agents of several plant pathogens. അതായത് പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ധാരാളം പാത്തോജൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കെതിരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യുന്ന പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചില ഫംഗസുകളെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫംഗസിൻ്റെ പേരാണ് ട്രൈക്കോഡെർമ. അപ്പോൾ പ്ലാന്റ് പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോബിൻ്റെ പേരാണ് ട്രൈക്കോഡെർമ എന്ന് പറയാം. ട്രൈക്കോഡെർമ സ്പീഷീസ് ആർ ഫ്രീ ലിവിങ് ഫംജി. ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് എന്താണ്, ആരും ഡിപ്പെൻഡ് ചെയ്യാത്ത ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫംഗസ് ആണ്. അവരെവിടെയാണ് കാണുന്നത്, ദേ ആർ വെരി കോമൺ ഇൻ റൂട്ട് എക്കോസിസ്റ്റം. പ്ലാന്റിൻ്റെ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലായിരിക്കും പൊതുവെ ഇവരെ നമുക്ക് ട്രൈക്കോഡെർമ സ്പീഷീസുകളെ കാണാൻ പറ്റുക. ദേ ആർ ഇഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻസ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തോജൻസ്. അപ്പോൾ ഇവർ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. എന്തിനെതിരെയാ, പ്ലാന്റ് പാത്തോജൻ, പ്ലാന്റ്സിന് അസുഖമുണ്ടാക്കുന്ന ഏജൻസിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് ആരെന്ന് പറയുക, ഫംഗസ് ആയ ട്രൈക്കോഡെർമ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ബാസിലസ് തുറിഞ്ചിയൻസിസ് ഒരു ബാക്ടീരിയ ആണ്, ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്, ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ നശിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഫംഗസ് ആയ ട്രൈക്കോഡെർമ, അത് പ്ലാന്റ് പാത്തോജൻസിനെതിരെ വർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു വൈറസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരെന്താ, ബാക്യുലോവൈറസസ്. എന്താ പേര്, ബാക്യുലോവൈറസസ്. Baculoviruses are pathogens that attack insects and other arthropods. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന ഒരു വൈറസ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ പേര് ബാക്യുലോവൈറസ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ ബാക്യുലോവൈറസുകൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആർത്രോപോഡുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പാത്തോജനാണ്. പാത്തോജൻ എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ് ഓർഗാനിസം ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ബാക്യുലോവൈറസ് ഇൻസെക്റ്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പാത്തോജൻ ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മെജോറിറ്റി ഓഫ് ബാക്യുലോവൈറസസ് യൂസ്ഡ് ആസ് എ ബയോ കൺട്രോൾ ഏജന്റ് and they are in the genus
ന്യൂക്ലിയോപോളിഹെഡ്രോവൈറസ്. ന്യൂക്ലിയോപോളിഹെഡ്രോവൈറസ് എന്ന ജീനസിൽ ഉൾപ്പെടുന്ന ബാക്യുലോ വൈറസുകളില്ലേ, അവരായിരിക്കും പൊതുവേ നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്യുലോ വൈറസുകളില്ലേ, അവ ഏത് ജീനസിലാണ് ഉൾപ്പെടുന്നത്? ന്യൂക്ലിയോപോളിഹെഡ്രോവൈറസ്. ഓക്കെ, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. These viruses are excellent candidates for species specific narrow spectrum insecticidal application. അതായത് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഇൻസെക്റ്റ്, ഇന്ന സ്പീഷീസിൽപ്പെട്ട ഇൻസെക്റ്റിനെ എന്ന് തെരഞ്ഞു പിടിച്ച് ഇന്ന സ്പീഷീസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യും. അപ്പോൾ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ബാക്യുലോ വൈറസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, they have been shown to have no negative impacts on plants, mammals, birds, fish or even on non-target insects. അതായത് ഈ പറയുന്ന ബാക്യുലോ വൈറസുകൾ ഒരിക്കലും പ്ലാന്റുകൾക്കോ മാമലുകൾക്കോ ബേർഡ്സിനോ ഫിഷസിനോ അങ്ങനെയുള്ള നോൺ ടാർഗറ്റ് ആയിട്ടുള്ള യാതൊരുവിധ ആനിമൽസിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അത് ഇൻസെക്ട് ഇന്ന സ്പീഷീസിൽപ്പെട്ട ഇന്ന ഇൻസെക്ട് അവരെ മാത്രമേ എന്ത് ചെയ്യുന്നത്? സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് മാത്രമാണ് ഇൻസെക്ട്സിനെ അവരെന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യണത്. ഓക്കെ, അതാണ് ഈ ബാക്യുലോ വൈറസിൻ്റെ ഒരു പ്രത്യേകത. ദിസ് ഈസ് എസ്പെഷ്യലി ഡിസൈറബിൾ വെൻ ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ആർ ബീങ് കൺസേർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ബെനഫിഷ്യലായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് ബെനഫിഷ്യറി ആയിട്ട് കാണപ്പെടുന്ന കുറേയധികം ഇൻസെക്റ്റുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസെക്റ്റുകൾ. അവയെ ഒരിക്കലും ആരും അറ്റാക്ക് ചെയ്യില്ല, ബാക്യുലോ വൈറസ് അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, അതവിടെ പറയുന്നത് എസ്പെഷ്യലി ഡിസൈറബിൾ വെൻ ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ആർ ബീങ് കൺസേർവ്ഡ്. ബെനഫിഷ്യൽ ഇൻസെക്ട്സ് അവിടെ കൺസേർവ് ചെയ്യപ്പെടുകയാണ്. To aid in overall integrated pest management program or when an ecologically sensitive area being treated. അതൊരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ബാക്യുലോ വൈറസുകൾ യൂസ് ചെയ്യാം. കാരണം ബാക്യുലോ വൈറസുകൾ സ്പീഷീസ് സ്പെസിഫിക് ആണ്. അവർ ഇന്ന സ്പീഷീസിനെ, ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ മാത്രമേ അവർ കൊല്ലത്തുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഒരു നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗാൻസിനെ അവരെന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നതേ ഇല്ല. അപ്പോൾ ബാക്യുലോ വൈറസുകൾ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യുന്നതാണ് പറയണേ? ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ബയോ കൺട്രോൾ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ബാക്ടീരിയ നമ്മൾ പഠിച്ചു. അതിൻ്റെ പേരെന്തായിരുന്നു? ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ നശിപ്പിച്ചു. പിന്നെ നമ്മൾ ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്തത് ഒരു ഫംഗസ് ആണ്, ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമയുടെ പ്രത്യേകത എന്താ? പ്ലാന്റ് പാത്തജൻസിന് എതിരായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ബാക്യുലോ വൈറസ് എന്ന് പറയുമ്പോഴും അവരിതുപോലെ ഒരു പാത്തജനാണ് കേട്ടോ. ഇൻസെക്റ്റ് അല്ലെങ്കിൽ അതർ ആർത്രോപോഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പാത്തജനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ബാക്യുലോ വൈറസസ്. ഇനി നമ്മൾ പഠിക്കുന്നത് മൈക്രോബിൻ്റെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉപയോഗമാണ് പറയുന്നത് മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അതായത് ജൈവാണു വളങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ബയോ ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മൈക്രോബുകളെ യൂസ് ചെയ്യാം. വിത്ത് അവർ പ്രസന്റ് ഡേ ലൈഫ് സ്റ്റൈൽസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇസ് എ മേജർ കോസ് ഓഫ് കൺസേൺ. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? പരിസ്ഥിതി മലിനീകരണമാണ്. The use of the chemical fertilizers to meet the ever-increasing demand of agricultural produce has contributed significantly to this pollution. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കെമിക്കലുകളാണ്. അപ്പോൾ ഈ കെമിക്കൽസിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനാണ് ഇന്നത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെ പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. Of course, we have now realized that there are problems associated with the overuse of chemical fertilizers. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാവുന്ന മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ പരിസ്ഥിതിയെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്? ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ പകരം അല്ലെങ്കിൽ കെമിക്കൽ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ജൈവപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഓർഗാനിക് ഫാമിങ്ങിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? There is a large pressure to switch to organic farming, that is the use of biofertilizers. അതായത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുക അതെന്താ അവിടെ എന്ത് യൂസ് ചെയ്യാണ്? ബയോ ഫെർട്ടിലൈസറുകൾ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ എന്താ ഈ ബയോ ഫെർട്ടിലൈസർ എന്ന് നോക്കാം. അതാണ് അടുത്ത ലൈൻ. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസംസ്. ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ദീസ് ആർ ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. അതായത് ഈ പറയുന്ന ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജീവികളാണ്, ഓർഗാനിസംസ് ആണ്, സൂക്ഷ്മജീവികളാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവ എന്ത് ചെയ്യാണ്? നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ ആ ഒരു സോയിൽ മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി എന്ത് ചെയ്യുക? അവർ കൂട്ടുകയാണ്. ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ.
സോയിൽ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്ന ആൾക്കാരാണ്, ഓർഗാനിസംസ് ആണ് ആക്ച്വലി ആരെന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ദ മെയിൻ സോഴ്സസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ബാക്ടീരിയ, ഫംജി ആൻഡ് സയനോ ബാക്ടീരിയ. അപ്പോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബയോ ഫെർട്ടിലൈസറുകൾ എന്ന് പറയുന്ന മൈക്രോബ്സ് അല്ലേ? അവരാരൊക്കെയാ? ബാക്ടീരിയ, ഫംഗസ്, സയനോ ബാക്ടീരിയ തുടങ്ങിയവയൊക്കെയാണ് ബയോ ഫെർട്ടിലൈസറുകൾ എന്ന് പറയുന്നത്. You have studied about the nodules of the roots of leguminous plants formed by the symbiotic association of rhizobium. അതായത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണ്, വേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവയിൽ എന്തുണ്ട്? നൊഡ്യൂളുകളുണ്ട്, റൂട്ട് നൊഡ്യൂളുകളുണ്ട്. എന്ത് റൂട്ട് നൊഡ്യൂളുകൾ? ആ റൂട്ട് നൊഡ്യൂളുകൾക്കുള്ളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? റൈസോബിയം എന്ന ബാക്ടീരിയ കാണാൻ പറ്റും. റൈസോബിയം ബാക്ടീരിയയും ഈ പറയുന്ന പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളും തമ്മിലുള്ള ഒരു മ്യൂച്വലിസ്റ്റിക് ആയിട്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടുപേർക്കും ലാഭമുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു അത്. ദീസ് ബാക്ടീരിയ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു ഓർഗാനിക് ഫോംസ്. ഈ പറയുന്ന റൈസോബിയം ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് ആർക്ക് കൊടുക്കുകയാണ്? ആ ഒരു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിക്ക് കൊടുക്കുകയാണ്. വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ് ആസ് ന്യൂട്രിയൻ. അപ്പോൾ പ്ലാന്റിന് നൈട്രജൻ കിട്ടി. Other bacteria can fix atmospheric nitrogen while free living in the soil. Example, Azospirillum and Acetobacter, thus enriching the nitrogen content of the soil. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ റൈസോബിയം ബാക്ടീരിയയുടെ കഥ. റൈസോബിയം ബാക്ടീരിയ റൂട്ട് നൊഡ്യൂൾസ്, ലെഗുമിനസ് പ്ലാന്റ് റൂട്ട് നൊഡ്യൂൾസിൽ കാണപ്പെടുകയും റൈസോബിയം ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് പ്ലാന്റിന് കൊടുക്കുകയും ചെയ്യുന്നു. തിരിച്ച് പ്ലാന്റ് ഫുഡും ഷെൽട്ടറും ഒക്കെ ആർക്ക് കൊടുക്കുന്നുണ്ട്? റൈസോബിയം ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് ബെനിഫിറ്റ് ഉള്ള റിലേഷൻ ആയതുകൊണ്ടാണ് ഞാനിതിനെ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ എന്താ? ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ആ ഒരു മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, നൈട്രജൻ കണ്ടന്റ് അവിടെ കൂടുമല്ലേ? അപ്പോൾ അവിടെ സഹായിച്ചത് ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. അവിടെ സിംബയോട്ടിക് അസോസിയേഷൻ, രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ ജീവിക്കുന്നത്. എന്നാൽ മണ്ണിൽ ഫ്രീ ലിവിങ് ആയിട്ട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്ന മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അവയുടെ പേരാണ് എന്തെന്ന് പറയാം? ആസോസ്പൈറില്ലം, അസറ്റോബാക്ടർ. ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്ന, സോയിലിൽ ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്ന നൈട്രജനൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ബാക്ടീരിയാസിന്റെ പേര് എഴുതുക. വേണമെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാമല്ലോ. അതാരാ? ആസോസ്പൈറില്ലവും അസറ്റോബാക്ടറും ആണ്. അപ്പോൾ ഇവരൊക്കെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബാക്ടീരിയയെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ഫംഗസിനെ കുറിച്ചിട്ടാണ്. ഫംഗസ് ആർ ഓൾസോ നോൺ ടു ഫോം സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് പ്ലാന്റ്സ്. ഫംഗസും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സുമായിട്ട് ചേർന്ന് നമ്മൾ നേരത്തെ റൈസോബിയം ബാക്ടീരിയ സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്തില്ല, അതുപോലെ ഫംഗസും പ്ലാന്റ്സുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസോസിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ എന്ന് പറയാം. ഓക്കെ, ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. മെനി മെമ്പേഴ്സ് ഓഫ് ദ ജീനസ് ഗ്ലോമസ് ഫോം മൈക്കോറൈസ. ഓക്കെ, അപ്പോൾ ഗ്ലോമസ് എന്ന ജീനസിൽ വരുന്നവരാണ് പൊതുവേ മൈക്കോറൈസൽ അസോസിയേഷൻ കാണിക്കുന്ന ഫംഗസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജീനസ് ഏത് ജീനസിൽ വരുന്നതാണ്? ഗ്ലോമസ് എന്ന ജീനസിൽ വരുന്ന ഫംഗസുകളാണ് മൈക്കോറൈസൽ അസോസിയേഷൻ കാണിക്കുന്നത്. അപ്പോൾ എന്താ മൈക്കോറൈസ? ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. The fungal symbiont in this association absorbs phosphorus from the soil and passes it to the plant. അതായത് ഇവിടെ കാണപ്പെടുന്ന ഫംഗസ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഫംഗസ് ഈ പറയുന്ന സോയിലുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുത്തത് ആർക്ക് കൊടുക്കുകയാണ്? പ്ലാന്റിന് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? റൈസോബിയത്തിൻ്റെ കേസിൽ അത് ബാക്ടീരിയ ആണ്, അവർ നൈട്രജൻ ഫിക്സ് ചെയ്താൽ കൊടുത്ത പ്ലാന്റിന്. എന്നാൽ ഇവരാണെങ്കിലോ മൈക്രോറൈസയിൽ കാണപ്പെടുന്ന ഫംഗസ് ഫോസ്ഫറസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? പ്ലാന്റിലേക്ക് കൊടുക്കുന്നത്. Plants having such association show other benefits also, such as resistance to root-borne pathogens, tolerance to salinity and drought, and an overall increase in plant growth and development. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോസ്ഫറസ് മാത്രമല്ല പ്ലാന്റിന് കിട്ടുന്ന ലാഭം ഈ മൈക്രോറൈസൽ അസോസിയേഷനിൽ നിന്നും വേറെയും ലാഭങ്ങളുണ്ട്. എന്തൊക്കെ ലാഭമാണ് കിട്ടുന്നതെന്ന് നോക്കി. റെസിസ്റ്റൻസ് റൂട്ട് ബോൺ പാത്തജൻ, അതായത് ഈ വേരുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്തജൻസ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ അവരിൽ നിന്നൊക്കെ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ? വേരിനെ പ്രൊട്ടക്ട് ചെയ്യും. ആരെ പ്രൊട്ടക്ട് ചെയ്യണേ? മൈക്രോറൈസ അസോസിയേഷൻ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രൗട്ട്, അതായത് ഈ സലൈൻ നേച്ചർ കൂടുതലുള്ള ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഡ്രൗട്ട് ഒക്കെ സംഭവിക്കാമല്ലോ, വരൾച്ചയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നിന്നൊക്കെ ആ പ്ലാന്റിനെ രക്ഷിക്കാൻ മൈക്രോറൈസ സഹായിക്കുന്നുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാം ഈ മൈക്രോറൈസൽ അസോസിയേഷൻ സഹായിക്കുന്നുണ്ട്. Can you tell what advantage the fungus derives from this association? നിങ്ങൾക്ക് പറയാമോ ഫംഗസിന് എന്തുമായിരിക്കും ഇതിൽ നിന്നുള്ള ഒരു ലാഭം എന്ന് പറയുന്നത്? അതായത് ഫംഗസ് ഉറപ്പായിട്ട് ഈ പറഞ്ഞതെല്ലാം പ്ലാന്റിന് കൊടുത്തു, പ്ലാന്റിന് ഒരുപാട് ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫംഗസിന് എന്ത് ലാഭമുള്ളത്?
നമുക്ക് പറയാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ഷെൽട്ടർ ആയിരിക്കാൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പം പ്ലാന്റ് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ഫംഗസിന് കൊടുക്കുമായിരിക്കും അല്ലേ, വാട്ടർ വിട്ടേഴ്സ്. അപ്പോൾ എന്തുവായാലും അതും നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് തരികയാണ്. എന്തായിരിക്കും ഫംഗസിന് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം, അതെന്താണെന്ന് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്തതാണ് സയനോ ബാക്ടീരിയ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ആദ്യം നമ്മൾ പറഞ്ഞത് ബാക്ടീരിയ, രണ്ടാമത് നമ്മൾ ഫംഗസ് ബയോഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ആരെക്കുറിച്ചാണ്? സയനോ ബാക്ടീരിയ. സയനോ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക് മൈക്രോബ്സ്. അതായത് സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ആരെന്ന് പറയുന്നത്? സയനോ ബാക്ടീരിയ. ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്, മെനി ഓഫ് വിച്ച് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ. അതായത് സയനോ ബാക്ടീരിയകൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇവർ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും അതോടൊപ്പം തന്നെ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും ഇവർ കാണപ്പെടാറുണ്ട്. ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണേ. ഇവരെവിടെയൊക്കെ കാണും? അക്വാട്ടിക് ഹാബിറ്റാറ്റിലും കാണാം, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും കാണാം. അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാനും പറ്റും. ഇനി സയനോ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളുകളാണ് അനാബീന, നോസ്റ്റോക്ക്, ഓസിലറ്റോറിയ. അനാബീന, നോസ്റ്റോക്ക്, ഓസിലറ്റോറിയ തുടങ്ങിയവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സയനോ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ്. ഇൻ പാഡി ഫീൽഡ്സ് സയനോ ബാക്ടീരിയ സെർവ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബയോ ഫെർട്ടിലൈസർ. ഇപ്പോൾ പാഡി ഫീൽഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നെൽവയലുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ സയനോ ബാക്ടീരിയ ആണ്. Blue green algae also add organic matter to the soil and increase its fertility. അപ്പോൾ സയനോ ബാക്ടീരിയ തന്നെയല്ലേ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയാം. അപ്പോൾ ഇവർ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ആ സോയിലിൽ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടുന്നു. Currently in our country, a number of biofertilizers are available commercially in the market and farmers use these regularly in their fields to replenish soil nutrients and to reduce dependence on chemical fertilizers. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കർഷകരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ല അവർ യൂസ് ചെയ്യണത്. അവർ ഈ പറയുന്നത് പോലെയുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അവയാണ് ഈ പറയുന്ന മണ്ണിലേക്ക് യൂസ് ചെയ്യുകയും മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പോകെ എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെക്കുറിച്ചാണ്? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതായത് മൈക്രോബ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ബീങ്സിനെ സഹായിക്കുന്നത്, പല കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ഡീകോഡ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നന്നായി ടെക്സ്റ്റ് വായിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് സ്റ്റഡി.